ഇപ്പം ഇന്ത്യൻ സ്കിൻ ടോൺസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ജനറലി ഹാവ് ഹയർ കോൺട്രാസ്റ്റ്. അതുകൊണ്ടാണ് ഇന്ത്യൻസിന് ഡാർക്കർ കളേഴ്സ് ബെറ്റർ ആണെന്ന് പറയുന്നത്. ബട്ട് ഓൾ ഡാർക്ക് കളേഴ്സ് ആർ ഓൾസോ നോട്ട് ദ സെയിം. ദർ ആർ കൂൾ ഡാർക്ക് കളേഴ്സ്, വാം ഡാർക്ക് കളേഴ്സ്. ബ്രൈഡ്സ് വരുമ്പോൾ അവർക്ക് ഗോൾഡാണ് വേണ്ടെങ്കിൽ ഗോൾഡിൽ എടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പം റെൻ്റിൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരോട് ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ വില വെച്ച് ഗോൾഡ് വാങ്ങിക്കാൻ പറഞ്ഞാൽ അവർ വാങ്ങിക്കത്തില്ല. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കളേഴ്സ് നമുക്കൊരു കളർ അനാലിസിസ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതായത് ഈ കളർ പാലറ്റിൽ കുറേ കളേഴ്സ് ഉണ്ടാകും, അതിലും ഏറ്റവും ബെസ്റ്റ് കളേഴ്സ് ചൂസ് ചെയ്തിട്ട് അതായിരിക്കും നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ സാരി ആണെങ്കിൽ സാരിയുടെ ബേസ് കളർ എന്ന് പറയുന്നത് ആ കളറായിരിക്കും. ഷോൾഡർ ടു യോക്ക്, എവിടെ യോക്കിൻ്റെ പൊസിഷനിങ് വരണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും എല്ലാ ബ്രൈഡിൻ്റെ അടുത്തുള്ള നിങ്ങൾ യോക്കിൻ്റെ പൊസിഷൻ മാത്രം, വേറെ ഒരു മെഷർമെൻറ്റ് എന്നെ കാണിച്ചില്ലെങ്കിലും യോക്കിൻ്റെ മെഷർമെൻറ്റ് എനിക്ക് കാണണം. ബിക്കോസ് അത് കറക്റ്റ് ആയില്ലെങ്കിൽ പ്രൊപ്പോർഷൻ അവിടെ തന്നെ ബാലൻസ് ആയി. പിന്നെ ആ ഗൗണിൽ എന്ത് ചെയ്തിട്ടും അത് പ്രൊപ്പോർഷൻ ശരിയാവില്ല. ഒരു കളർ അനാലിസിസിൽ നമ്മൾ നോക്കുന്ന ഒരു പോയിൻ്റാണ് ഫോക്കസ് ആൻഡ് ബാലൻസ്. വേർ ഇസ് യുവർ ഐ ഫോക്കസിങ് ഓൺ? എവിടെയാണ് നമ്മുടെ കണ്ണ് ഫസ്റ്റ് പോകുന്നത്? നമ്മളൊരാളെ കാണുമ്പം ആളെയാണോ കളറാണോ ഫസ്റ്റ് കാണുന്നത്? അപ്പോൾ വെൻ യു ചൂസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്, നല്ലൊരു ഹെയർ സ്റ്റൈലിങ്ങും ചെയ്യുന്ന ഒരാളാണോ എന്ന് മേക്ക് ഷുവർ യു ഡു ദാറ്റ്. Hello everyone, welcome to Your Story, Kerala's first wedding photography podcast, where every untold story finds its voice. Today we're gonna have one of a wonderful personality, Ashita, the color analyst and a stylist, who has engraved herself to be one of the stylists, and she has completed her fashion from NIFT, and so we are excited to have her on the show. So Ashita, welcome to our show and the podcast. Thank you so much. Thank you so much for inviting me here. It's our pleasure too. So ഇന്ന് ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ റിയലി ഹാഡ് സം ഡൗട്ട്സ്. ഞാനിന്ന് എന്ത് കളർ ഡ്രസ്സ് ഇടണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്നെ കോൺഷ്യസ് ആക്കിയൊരു കാര്യം. So I was completely becoming very conscious to know what to wear, what color needs to be worn. Everything came into the picture. So we really wanted to know and excited to know what exactly the color analyst is. Okay. ഇതിനിങ്ങനെ ഒരു നമ്മളെ കാണുമ്പോൾ ആൾക്കാർ പേടിക്കുമെന്നൊരു സൈഡുണ്ടെന്ന് എനിക്കിപ്പോഴാണ് ആദ്യമായിട്ടാണ് ഒരാളെ ഇങ്ങനെ എന്നോട് പറയുന്നത്. അതായത് അവർ കോൺഷ്യസ് ആയിന്ന്. മേ ബി ഞാൻ അങ്ങനെ നേരിട്ട് ചെല്ലുന്ന ഒരാൾ ക്ലയൻസിനെ അല്ലാണ്ട് ആ ഒരു ഡിസ്കഷൻ പൊതുവെ വരാത്തത് കൊണ്ടായിരിക്കും. സോ ഞാൻ കളർ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എവ്രി കളർ ഹാസ് 3 dimensions. അതായത് വൺ ഇസ് അണ്ടർടോൺ, ദ സെക്കൻഡ് വൺ ഇസ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ക്രോമ, തേർഡ് വൺ ഇസ് വാല്യൂ. അണ്ടർടോൺ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് അറിയാം കളർ ടെമ്പറേച്ചർ. ഇറ്റ് ക്യാൻ ബി വാം, കൂൾ ആൻഡ് ന്യൂട്രൽ. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പം സാച്ചുറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, ഹൗ ബ്രൈറ്റ് ഓർ ഹൗ സോഫ്റ്റ് എ കളർ ഇസ്. വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെപ്ത് ആണ് ഉദ്ദേശിക്കുന്നത്, ലൈറ്റ് ഓർ ഡാർക്ക്. അപ്പം എവ്രി കളർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് 3 factors. നമ്മൾ അതായത് എവ്രി മൊമെൻറ്റ് വി സീ കളർ, ബട്ട് അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ ആർ അൺഅവെയർ. എവ്രി കളർ ഹാസ് എ ഡയമെൻഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ എവ്രി പേഴ്സൺ ഹാസ് ദീസ് 3 കളർ ഡയമെൻഷൻസ്. ഇതൊക്കെ ഒരു ലെവലാണ്. അതായത് യു ആർ കൂൾ, യു ആർ വാം അല്ല. ദേ ക്യാൻ ബി എനിവെയർ ഫ്രം കൂൾ ടു വാം. ഇറ്റ്സ് ലൈക്ക് എ സ്കെയിൽ. എവ്രി പേഴ്സൺ അവർക്ക് ഒരു അണ്ടർടോൺ കാണും, ഒരു ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി കാണും. സം പീപ്പിൾ ആർ വെരി സോഫ്റ്റ്, സം പീപ്പിൾ ആർ വെരി ബ്രൈറ്റ്. അതവരുടെ സ്കിൻ ടെക്സ്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അവരുടെ ഈ അണ്ടർടോൺ ആൻഡ് ഇൻറ്റൻസിറ്റി ബോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് അതായത് മെലനിൻ ആണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ഫാക്ടർ. സോ മെലനിൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് വെരി ടെക്നിക്കൽ ഹിയർ ബിക്കോസ് ഇറ്റ്സ് വെരി ടെക്നിക്കൽ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടർനീത്തുള്ള ലെയേഴ്സിൽ 2 types ഓഫ് മെലനിൻ ഉണ്ട്. അതിൽ 1 type of melanin, which is called eumelanin, gives a blackish blue appearance. It's under your skin layers. And another layer gives a yellowish reddish yellow kind of appearance. ആ മെലനിൻ്റെ ബാലൻസ്, ചിലർക്ക് ഈ ബ്ലൂയിഷ് പിഗ്മെൻറ്റ് കൂടുതലായിരിക്കും, ചിലർക്ക് യെല്ലോയിഷ് പിഗ്മെൻറ്റ് കൂടുതലായിരിക്കും. ചിലർക്കത് ബാലൻസ്ഡ് ആയിരിക്കും. ദേ ആർ ന്യൂട്രൽ.
ദാറ്റ് ഈസ് ഹൗ അണ്ടർടോൺ ഹാപ്പൻസ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ സം പീപ്പിൾ ആർ വെരി ബ്രൈറ്റ്. ഇഫ് യു വെൻ ഇപ്പോൾ ഫോട്ടോസ് നിങ്ങൾ എടുക്കുമ്പോൾ അറിയാം ചില ആൾക്കാരുടെ സ്കിന്നിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. സം പീപ്പിൾ ആർ മോർ ട്രാൻസ്ലൂസൻറ്റ്. അവരുടെ സ്കിന്നിലേക്ക് ഈ ലൈറ്റ് മോർ അബ്സോർബ് ആവും. ആ റിഫ്ലക്ഷൻ കൂടുതലുള്ളവർക്ക് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. സ്കിൻ അബ്സോർപ്ഷൻ കൂടുതലാണെങ്കിൽ ദിൽ ബി മോർ സോഫ്റ്റർ മാറ്റ് ഫിനിഷ് ആയിരിക്കും അവരുടെ സ്കിൻ. മോർ പോസിൻ്റെ അപ്പിയറൻസ് ഒക്കെ കൂടുതലായിരിക്കും. സോ ദാറ്റ് ഇസ് ഹൗ ഇൻറ്റൻസിറ്റി മാറ്റേഴ്സ്. വാല്യൂ എന്ന് പറയുമ്പോൾ ഡെപ്താണ്. അതായത് സം പീപ്പിൾ ക്യാൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ സം പീപ്പിൾ ക്യാൻ ഈ ഡാർക്ക് കളേർഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഭയങ്കര ബ്ലെൻഡായിട്ട് പോകുന്നു തോന്നും. ദേ ഹാവ് എ ഡാർക്കർ വാല്യൂ. ചിലർക്ക് ഈ ഡാർക്ക് കളർ ലിപ്സ്റ്റിക്സ് കയറുമ്പോഴത്തേക്കും ദേ ബിക്കം സംബഡി എൽസ്. അവർക്കത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നാം. അവരെ ഓവർ പവർ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ആ ലിപ്സ്റ്റിക്ക് മാത്രമേ ഫോക്കസിൽ വരുള്ളൂ. ദാറ്റ്സ് വാല്യൂ. അതായത് എല്ലാവർക്കും ഈ ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷൻ ഉണ്ടാവും. എ പേഴ്സൺ ക്യാൻ ബി കൂൾ വിത്ത് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് വാല്യൂ. അനദർ പേഴ്സൺ ക്യാൻ ബി വാം, ബ്രൈറ്റ് ആൻഡ് ഡാർക്ക്. ഇത് കോമ്പിനേഷനാണ്. ആൻഡ് ദ കോമ്പിനേഷൻ ഇസ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ സ്കെയിൽ. എങ്ങനെ വേണമെങ്കിലും കോമ്പിനേഷൻ വരാം. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് ബ്രൈറ്റ്, ഇറ്റ്സ് സോഫ്റ്റ്. യു ക്യാൻ ബി എനിവെയർ യു ക്യാൻ ബി മീഡിയം ബ്രൈറ്റ്, മീഡിയം സോഫ്റ്റ്. അപ്പോൾ ആ ലെവൽ ഒരാളുടെ ഈ നാച്ചുറൽ കളറിങ്ങിൻ്റെ ലെവൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു കളർ അനലിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ നാച്ചുറൽ കളർ ഡയമെൻഷൻസ്, അതിന് മാച്ച് ആവുന്ന കളർ പാലറ്റ്, ഇറ്റ്സ് എ പ്രീസെറ്റ് പാലറ്റ്. ആ കളർ പാലറ്റിലേക്ക് ഒരാളെ അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കളർ അനലിസ്റ്റിൻ്റെ ജോബ്. ആൻഡ് ഈ കളേഴ്സ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ആർ ലൈക്ക് ഓക്കെ, അപ്പോൾ റെഡാണോ എനിക്ക് ചേരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഗ്രീനാണോ ചേരുന്നത്? എല്ലാവർക്കും റെഡും ഗ്രീനും യെല്ലോസും ഒക്കെ ഉണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ചേരുന്ന റെഡിൻ്റെ ഡയമെൻഷൻസ് വേറെ ആയിരിക്കും. സോ ഇഫ് ഒരാൾക്ക് കൂൾ ടോൺ ഓഫ് റെഡാണ് ബെസ്റ്റെങ്കിൽ അടുത്ത ആൾക്ക് ചിലപ്പോൾ വാം ടോൺ ആയിരിക്കും. ചിലർക്ക് അതിൻ്റെ സോഫ്റ്റ് വേർഷൻസ് ആയിരിക്കും, ചിലർക്ക് അതിൻ്റെ ഇൻറ്റൻസ് റെഡ് ആയിരിക്കും. അപ്പോൾ ആ ഡയമെൻഷൻസ് കണ്ടുപിടിച്ച് അത് അവരുടെ ക്ലോത്തിങ്ങിലും മേക്കപ്പിലും ഒക്കെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു കളർ അനലിസ്റ്റിൻ്റെ ജോബ്. Okay. So how did you find that, this is what I wanted to do, or this is what, because I know that you completed your fashion from NIFT. എങ്ങനെയായിരുന്നു ഫാഷനിലേക്ക് എത്തണം എന്ന്? ഓക്കെ, ദിസ് ഇസ് വാട്ട് ഐ wanted to do, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു കരിയർ. സോ വാട്ട് വാസ് യുവർ ജേർണി ഓൾ അബൌട്ട്? ലൈക്ക് ബേസിക്കലി യുവർ സ്റ്റോറി എന്താണ് ഒരു സ്റ്റോറി? എനിക്ക് തോന്നുന്നു നോർമലി എല്ലാ ഡിസൈനേഴ്സും സ്റ്റൈലിസ്റ്റും ഒക്കെ പറയുമ്പം ദേ വിൽ ബി ലൈക്ക്, ഞാൻ ഈ ഒരു കരിയർ റെവലേഷൻ വന്നിട്ട് ദേ ചേഞ്ച് ദെയർ പാത്ത്. ഐ വാസ് ക്ലിയർ ഫ്രം ചൈൽഡ്ഹുഡ്. അതായത് എനിക്ക് ഓർമ്മ വെച്ച ടൈം മുതൽ എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഐ യൂസ് ടു ഡ്രസ് അപ്പ് ഡോൾസ്. ദാറ്റ് വാസ് മൈ ഫേവറേറ്റ് പാസ് ടൈം. എവിടെ ചെന്നാലും എനിക്ക് പാവകൾ വേണം. സോ ദ മൊമെൻറ്റ് ഐ കം ഹോം ഐ റിമൂവ് ദ ക്ലോത്ത്സ്. കാത് വരെ കുത്തിയിട്ടുണ്ട് പാവകൾക്ക് ഞാൻ. ദാറ്റ് വാസ് മൈ, സോ ഐ വാസ് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. സോ ഐ വാസ് എ പ്രിറ്റി, ഐ മീൻ ഒരു സ്റ്റുഡിയസ്, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. സോ എവറിബഡി ഈസ് ലൈക്ക് ഫാഷൻ ഡിസൈൻ, യു ആർ, അതെ, ക്ലാസ്സിൽ അത്യാവശ്യം ടോപ്പായൊക്കെ നിൽക്കുന്ന ഒരു കുട്ടി ഫാഷൻ ഡിസൈൻ, വാട്ട്, എന്താ അത് അതിൻ്റെ ഇത്. ഐ വാസ് വെരി ക്ലിയർ. എൻജിനീയറിങ്ങിന് ആ സമയത്ത് ചുമ്മാ നമുക്ക് എൻട്രൻസ് എഴുതാം. ഇറ്റ്സ് ലൈക്ക് നോ, എനിക്ക് താല്പര്യമില്ല. I will be a fashion designer, and that was preset from childhood. So അതിലെനിക്കൊരു കൺഫ്യൂഷൻ പോലും ഇല്ലായിരുന്ന ഒരു കാര്യമായിരുന്നു. ആൻഡ് ദെൻ ആ സമയത്ത് ഐ തിങ്ക് ഇറ്റ് വാസ് 2011 when I joined NIFT. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ ഡിസൈൻ ഒന്നും അത്ര കോമൺ അല്ല. ആൻഡ് എനിക്കറിയില്ല ആരെയും ഫാഷൻ ഡിസൈൻ നീ കേൾക്കുന്നതല്ലാണ്ട് I don't know anybody personally to ask also. അപ്പം നമ്മൾ അന്ന് ഉണ്ടായിരുന്ന ഇൻ്റർനെറ്റും ഇതുമൊക്കെ വെച്ചിട്ട് ഓക്കെ നിഫ്റ്റാണ് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ ഫാഷൻ, സോ ഓക്കെ അപ്ലൈ ചെയ്യാം. അപ്പം അന്ന് ഇപ്പോൾ ഒരുപാട് ക്രാഷ് കോഴ്സസ് ഒക്കെ ഉണ്ട്. അന്ന് അങ്ങനെ ഒന്നുമില്ല. ഐ തിങ്ക് ഐ ഡിഡ് 10 days, വെരി ഫ്യൂ. അങ്ങനെ അതൊരു കോമൺ അല്ല. എൻജിനീയറിങ്, ഡോക്ടർ, അതല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ദെൻ ഐ ഡിഡ് എ ക്രാഷ് കോഴ്സ്, ഐ ഡിഡ് ദ എൻട്രൻസ്. ആൻഡ് നിഫ്റ്റിലേക്ക് എന്ന് പറയുമ്പം ദർ ഇസ് നോ അതർ വേ ത്രൂ. നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, മെറിറ്റ് സീറ്റ് മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു ക്ലിയർ ദ എൻട്രൻസ് ടു ഗെറ്റ് ഇൻ. വേറെ ഓരോ ഓപ്ഷനും ഇല്ല. ഈവൻ ഇഫ് ഡിഫറെൻറ്റ് ക്വാർട്ടേഴ്സ് എന്തുണ്ടെങ്കിലും വി ഹാവ് ടു ക്ലിയർ ദ 3 different എക്സാംസ്. അപ്പം അപ്ലൈ ചെയ്തു. സംഹൗ ഇറ്റ് വർക്ക്ഡ്. ഐ ഗോട്ട് ഇൻ. ആൻഡ്
ഇറ്റ് വാസ് എന്താ പറയുക ലൈഫ് ചേഞ്ചിങ് എന്ന് പറയാവുന്ന ലൈക്ക് ഐ എൻജോയ്ഡ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദ എക്സ്പോഷർ ദ റിസോഴ്സസ് എവറിത്തിങ്. അതായത് when you go to a government college, especially a central government college, I think nobody teaches you anything, but you learn a lot. അതായത് നമ്മളൊരു സെമസ്റ്ററിന് ഫസ്റ്റ് ചെല്ലുമ്പം യു ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് അസൈൻമെൻറ്റ്സ് ആൻഡ് എ സബ്മിഷൻ ഡേറ്റ്, ബട്ട് നോബഡി ഷോസ് യു ദ വേ. എങ്ങനെ ചെയ്യണം എന്നാരും പറയാറില്ല. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ് ബിക്കോസ് ഐ നെവർ ലൈക്ക് സംബഡി ഗൈഡിങ് മീ. ഗൈഡിങ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഓൾവേസ് ലൈക്ക് ടു എക്സ്പ്ലോർ ആൻഡ് ഫൈൻഡ് മൈ പാത്ത്. അങ്ങനെ ഒരു അതായത് ഒരാൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് പോകാനേ തോന്നുള്ളൂ. ചിലപ്പോൾ അതാണ് ആ മൊമെന്റ് വരെ എന്ന് എനിക്ക് വേണ്ടെങ്കിലും ചിലപ്പം ഐ ടേൺ ദ ഡയറക്ഷൻ. ആ പ്ലാനിങ് ഐ എൻജോയ്ഡ് എ ലോട്ട്. അതായത് മോർ ദാൻ ദ ഔട്ട്പുട്ട്, ദ ഫൈനൽ പ്രോഡക്റ്റ്, ഐ വാസ് നെവർ ഫോക്കസ്ഡ് ഓൺ ദ ഫൈനൽ പ്രോഡക്റ്റ്. ദ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് ഇസ് ലീസ്റ്റ് ഓഫ് മൈ കൺസേൺസ്. ദ ഡിസൈൻ പ്രോസസ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ 4 years of NIFT and lots of assignments and assignments I think I explored a lot. We had a huge library, we had a lot of resources, and what is fashion, what are trends, what are different textiles, like basically everything about fashion. Nobody taught us, but we learned everything. I learned everything. Ellarkum same aano namukku parayan pattilla. So yeah, NIFT in graduate cheyidappam I was the most innovative designer of that year. And everything was well until I started a boutique right after college. ശരിക്കും ആ ഫാഷൻ ഡിസൈൻ കഴിയുമ്പോൾ മിക്കവരുടെയും ആദ്യത്തെ ഒരു ഇത് അതന്നെയാണ് ബൊട്ടീക്ക് എന്നുള്ള. അതായത് ഡിസൈൻ വാസ് അതാണ് ഇപ്പോഴും മനസ്സിൽ ഇരുന്നത്. പക്ഷേ the reason why I asked you, how did it got changed to this color and analyst? അതിന് 2 ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ട്. അതൊരു ഒറ്റ പ്രോസസ് അല്ല. വൺ തിങ്, when I started my boutique, I was 24-25. So my father funded it, of course. And I was 24 and ആ ഒരു സമയത്ത് ബിസിനസ് എന്ന് പറയുന്നതും when you start a boutique, it's not just designing. There are a lot of things, other things, and handling everything and having a creative space എല്ലാം കൂടി കുറച്ച് ഓവർവെൽമിംഗ് ആണ്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എക്സാക്ട്ലി എ വെരി നൈസ് പീരിയഡ് ഇൻ ലൈഫ് ഓൾസോ. അപ്പം and the point was, even when I wanted to be a designer my whole life, something was missing. I don't know, I didn't enjoy being a real life designer, to be honest. എന്തോ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കുറവ്. Probably because ഇവിടുത്തെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ people come with a picture, they ask you to make it. There's nothing a designer, like if you know tailoring and if you have a group of karigars, anybody can make what they want. That is what I felt. I didn't have anything to do as a, like I am a person who enjoyed the process and I missed the process there. Appa I think that is what our satisfaction korava eniki feel ചെയ്തത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു. പിന്നെ then എല്ലാവരുടെയും ടേണിംഗ് പോയിന്റ് ഓഫ് ലൈഫിൽ കോവിഡ് ആണല്ലോ. സോ കോവിഡ് ഹാപ്പൻഡ് ആൻഡ് ഞാൻ ഇതിങ്ങനെ എന്ത് ചെയ്യണം എനിക്ക് തന്നെ അതിലൊരു താല്പര്യം ഇല്ലാണ്ടുള്ള ഒരു ഇതും ആകെ മൈൻഡും ഒക്കെ ഉള്ള ഒരു ബാഡ് ഫേസ് ആയത് കാരണം കോവിഡ് ഹാപ്പൻഡ് ആൻഡ് ഐ ഡിസൈഡഡ് ടു ക്വിറ്റ്. ഐ വാസ് ലൈക്ക് ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊരു കാരണമായി കോവിഡ്. എല്ലാവരും കോവിഡിൽ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ കോവിഡ് ഒരു കാരണം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്റ്റോപ്പ് ചെയ്യാൻ എളുപ്പമാണല്ലോ. സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ സമയത്ത് നമ്മുടെ വർക്കേഴ്സൊക്കെ പോവുക, നാട്ടിൽ പോവുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും അങ്ങനെയൊക്കെ പറഞ്ഞ് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഈ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് ദ ഹോൾ ലൈഫ് ഐ വാണ്ടഡ് ടു ബി എ ഡിസൈനർ ആൻഡ് നൗ ഐ എം നത്തിങ്, ബ്ലാങ്ക്. ആൻഡ് ആ ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള ആ ഒരു പേര് ഫ്രം സ്കൂൾ ടു കോളേജ് ആൻഡ് നൗ ഐ ഫീൽ നത്തിങ്. ആ ഒരു ഒന്നുമില്ല, നെക്സ്റ്റ് എന്താണെന്ന് അറിയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നപ്പോഴാണ് കോവിഡാണ്. ആ സമയത്താണ് ആൻഡ് മൈ ഫാദർ ഹാസ് ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്. ലൈക്ക് ഓക്കെ, ചുമ്മാ ഇരിക്കല്ലേ, അവിടെ കൂടാം. ബട്ട് ദെൻ മൈ ഫാദർ ഇസ് ഓൾസോ എ ബിസിനസ് മാൻ ഹു ഹാസ് സ്റ്റാർട്ടഡ് ഫ്രം സ്ക്രാച്ച് ഓൺ ഹിസ് ഓൺ. അങ്ങനെ വലിയ അതായത് സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ ബിൽഡ് ചെയ്തു വന്ന ഒരു ആളാണ്. അപ്പം from there I learned discipline.
ബാക്കിയെല്ലാം ഓക്കെ, ബട്ട് ഒരു ബിസിനസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലി I think that should be the first school. അവിടെയായിരുന്നു ആദ്യം പഠിക്കേണ്ടത്, പക്ഷേ അത് ലേറ്റായി പോയി. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. ഐ സ്റ്റിൽ ദെയർ. രണ്ടും കൂടി മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ്സായിരുന്നു. ബട്ട് അതും ഈ പറഞ്ഞ പോലെ ഐ എം എ ക്രിയേറ്റീവ് പേഴ്സൺ. എനിക്ക് അതിൽ ലൈക്ക് എ ജോബ്, ഐ ഗോ കം, ബട്ട് ദർ ഇസ് നത്തിങ് ദാറ്റ് അഗെയിൻ സാറ്റിസ്ഫൈസ് മീ. അപ്പോഴത്തേക്കും അപ്പയുടെ കയ്യിൽ നിന്നൊരു 70-75 lakhs ഞാൻ പൊടിച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഇനി എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് തോട്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ വാട്ട് മൈ ഫാദർ ഗിവ്സ് എ സാലറി, ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പം ഹി ഗിവ്സ് മീ സാലറി, അതിൽ നിന്ന് എനിക്ക് എന്ത് പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ഒരു ബൊട്ടീക്ക് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. അതിന് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, സെറ്റപ്പ് വേണം എല്ലാം. സോ ഓൾ ഐ ഹാഡ് മോസ്റ്റ് മൈ നോളജ് ആൻഡ് സ്കിൽസ്. സോ ഞാൻ അടുത്തത് അതും കൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. ആൻഡ് ദെൻ കോവിഡ് അഗെയിൻ, ഓൺലൈൻ ബിസിനസ്, സർവീസ് ഓൺലൈൻ ബിസിനസ് കുറേ ബൂം ചെയ്തു, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഫിറ്റ്നസ്, കേക്ക് ഇൻഡസ്ട്രീസ്, ഗാർഡനിങ് എല്ലാം. സോ ഐ വാസ് ലൈക്ക്, ഇതിനെന്താണ് അതിലൊരു സ്കോപ്പ്, അതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാണ്ട് എങ്ങനെ നമ്മുടെ കഴിവ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അത് വെച്ചിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതായിരുന്നു ചിന്ത. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് കൂടെ പോകണല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമുക്ക് മെലിയണം, വണ്ണം കുറയ്ക്കണം, ഹെയർ കളർ ചെയ്യണം. അങ്ങനെ ഇപ്പം ഒരു റാൻഡമായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു, ഓക്കെ ഹെയർ കളർ ചെയ്യാം. നമ്മൾ കളറും കൊണ്ട് പോയി, ഹെയർ കളറും കൊണ്ട് പോയി, നമ്മൾ ഓൺലൈനായിട്ടൊക്കെ കണ്ട് ഓക്കെ ഒരു പിക്ചറും കൊണ്ട് പോയി. ഞാൻ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു, ഈ കളർ വേണം. വന്നപ്പം ആ കളറല്ല വന്നത്, ഞാൻ ഉദ്ദേശിച്ച കളറല്ല വന്നത്. ആൻഡ് ദ മൊമെൻറ്റ് ദാറ്റ് കളർ കെയിം ഓൺ മൈ ഹെയർ ലുക്ക് നൈസ്, ബട്ട് എവിടെയോ എനിക്ക് എന്തോ മിസ്സിങ് ആയ പോലെ ഒരു ഫീലിംഗ്. എന്ത് ചെയ്തിട്ടൊരു ഒരു ഒരു എന്തോ ഒരു മിസ്സിങ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്തോ ഒരു മിസ്സിങ്. അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഹെയർ കളർ ചെയ്തപ്പം എന്താണ് സംഭവിച്ചത്, അങ്ങനെയാണ് ഞാൻ വീണ്ടും തിരിച്ച് ഫസ്റ്റ് ഇയറിൽ കോളേജിൽ പഠിച്ച കളർ തിയറി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ മനസ്സിലായപ്പോൾ നമുക്ക് ഇന്ത്യൻ സ്കിൻ, അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ജനറലി എല്ലാവരും ഡാർക്ക് ഹെയർ, ലൈറ്റ് സ്കിൻ, അല്ലെങ്കിൽ സ്കിൻ വേരീസ്, ലൈറ്റ് ടു ഡാർക്ക് സ്കിൻ ഉണ്ട്, പക്ഷേ എവ്രിബഡി ഹാസ് ഡാർക്ക് ഹെയർ. അപ്പോൾ ഞാനീ പറഞ്ഞ 3 dimensions നേരത്തെ പറഞ്ഞു, അത് വരുമ്പോൾ ഇന്ത്യൻസിന് കോൺട്രാസ്റ്റ് കൂടുതലാണ്. അതായത് അവർ ഫീച്ചേഴ്സ് ദ ഡാർക്ക് ആൻഡ് ലൈറ്റ്, ആൻഡ് നമ്മുടെ ഫീച്ചേഴ്സിൻ്റെ ഡെപ്തിനേക്കാൾ കുറഞ്ഞ്, ഞാനൊരു ലൈറ്റ് സോഫ്റ്റ് ഹെയർ കളറായിരുന്നു ചൂസ് ചെയ്തത്, ഒരു ആഷ് ബ്രൗൺ പോലത്തെ. അത് വന്നു കഴിഞ്ഞപ്പം ഈ കോൺട്രാസ്റ്റ് ക്ലാഷ് ആവുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ആ ഹെയർ കളർ മാച്ച് ചെയ്തത്. അപ്പം ഞാൻ 12,000 rupees മുടക്കിയിട്ടാണ് ഈ ഹെയർ കളർ ചെയ്തത്. ഇനി അടുത്ത 12-13 മാസം എടുക്കും തിരിച്ച് ഇതൊന്ന്. അപ്പോൾ ആ 12 മാസം ഐ എക്സ്പെരിമെൻറ്റഡ്. പാരഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെയർ കളറിൻ്റെ ടെമ്പററി സെമി പെർമനൻ്റ് ആണ്. അപ്പം ആദ്യം എടുത്ത കളർ ബ്ലീച്ച് ചെയ്തതായതുകൊണ്ട് ബ്ലീച്ച് മാറി വൈറ്റ്, ഒരു ആ ഒരു നോർമൽ ഹെയർ കളറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഐ എക്സ്പെരിമെൻറ്റഡ് വിത്ത് ഹെയർ കളേഴ്സ് എന്ന് പറയുമ്പം ഐ അപ്ലൈഡ് ബ്രൗൺ, റെഡ്, ഗ്രീൻ. ഒന്നും എക്സ്പെരിമെൻറ്റ് ചെയ്തില്ല, കാരണം റിസ്ക് ആയതുകൊണ്ട്. അപ്പം എനിക്ക് പറ്റുന്ന ഇതിൽ പല ഡയമെൻഷൻസിലുള്ള കളർ ഞാൻ ആൻഡ് ഐ ഡോക്യുമെൻറ്റഡ് ഇറ്റ്, ആ പ്രോസസ്സ്. ആൻഡ് ദെൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ ബ്ലാക്ക് കളർ അടിച്ചു. ആൻഡ് ദെൻ ഐ ഫെൽറ്റ് അലൈവ്. അതായത് ജീവൻ തിരിച്ചു വെച്ചു എന്ന് മുഖത്ത് നോക്കുമ്പം അത് പിന്നെ ഞാൻ ഹെയർ കളർ ചെയ്തിട്ടില്ല. ബിക്കോസ് കളർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ല, നമ്മൾ കളർ തിയറീനെ കുറിച്ച് പറഞ്ഞിട്ട് ആ കളർ എൻ്റെ തലയിൽ കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് അവിടെ തന്നെ ക്ലാഷ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഹെയർ കളർ എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല എന്നുള്ള റിസർച്ചാണ് അവസാനം കളർ അനാലിസിസിൽ ചെന്നെത്തിയത്. അതാണ് എൻ്റെ ആക്ച്വൽ സ്റ്റോറി. ആൻഡ് അഗെയിൻ ഈ രണ്ടാമത്തെ വശം എന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ ഐ സ്റ്റേ വിത്ത് മൈ പേരൻസ്. അപ്പം ആസ് മൈ ഫാദർ ഇസ് എ ബിസിനസ് മാൻ, ആൻഡ് ഞാൻ ആദ്യം ബിസിനസ് നടത്തിയപ്പോൾ
അപ്പയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ളത് കൊണ്ട് ഞാനിവിടെ എന്ത് ബിസിനസ് നടത്തിയത് സക്സസ്ഫുൾ ചെയ്താലും അപ്പയുടെ കാശിൻ്റെ ബാക്കിംഗ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ വരുള്ളൂ. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ബിസിനസ് ആണെങ്കിൽ ആരും ഇൻവെസ്റ്റ് ചെയ്തില്ല. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് അതൊരു വാശിയായിരുന്നു. അതായത് 2 words, പാഷൻ പിന്നെ വാശി. ഈ ആ ഒരു നമുക്ക് നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുമ്പം അത് അതായത് ബൂസ്റ്റ് ചെയ്യാൻ ആസ് ഇൻ അതായത് ഐ ആം എ ഡിവോഴ്സി. അപ്പോൾ നമ്മൾ ഐ എം എ ഹാപ്പിലി ഡിവോഴ്സ് പേഴ്സൺ. ഓക്കെ, അത് ഞാൻ എപ്പോഴും സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യമാണ്. കാരണം ആദ്യമൊക്കെ നമ്മളിങ്ങനെ പറയുമ്പം പീപ്പിൾ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട് ടു ഇറ്റ്. സോ ദേ ആർ ലൈക്ക് ആണോ, ഓക്കെ, ഐ എം എ ഹാപ്പിലി ഡിവോഴ്സ് പേഴ്സൺ. അപ്പോൾ ബട്ട് ദ സൊസൈറ്റി തിങ്സ് ദാറ്റ് ദർ ഇസ് സംതിങ് മിസ്സിങ്. ആൻഡ് നമ്മൾ ആ ഒരു ഇതിൽ വെൻ സംബടി പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ, പുറത്തുനിന്ന് നമ്മൾ ഒരാൾ നോക്കുമ്പം ഡിവോഴ്സായി വീട്ടിൽ പേരൻസിൻ്റെ തണലിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള അത്. ബട്ട് ഐ ലൈക്ക് ബീയിങ് വിത്ത് മൈ ഫാമിലി. ദാറ്റ്സ് മൈ ഹാപ്പി പ്ലേസ്. ഐ ക്യാൻ മൂവ് ഔട്ട് ഓഫ് ഇന്ത്യ, ഗോ ടു അനദർ പ്ലേസ്, judgment free, live my life. But I somehow is very rooted to my that's your comfort space. I see, even when I was doing my college and all, I wanted to come back to my place, Kerala. And not specifically, like, I can come to Kochi, I have more opportunities. But I love ശുദ്ധവായു എന്നൊരു വില ഇല്ല. ഐ ലൈക്ക് ഇറ്റ്. പുഴയുടെ സൈഡിലൊരു വീട്, ചുറ്റും മരങ്ങൾ, ആ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സോ ഐ ഡോണ്ട് വോണ്ട് ടു മൂവ് ഫ്രം ദെയർ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എനിക്ക് മാത്രം പറ്റുന്ന എന്തെങ്കിലും, അതായത് വേറെ ഒരു സപ്പോർട്ടും വേണ്ട, എൻ്റെ കഴിവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള തോട്ട് പ്രോസസ്സാണ്. അതുമാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ലോഗോ ഒക്കെ എടുത്തിട്ട് ബ്രാൻഡ് നെയിം ഒക്കെ രജിസ്റ്റർ ചെയ്ത് ട്രേഡ് മാർക്ക് വരെ രജിസ്റ്റർ ചെയ്ത് അതുവരെ കിട്ടി. പക്ഷേ ഞാൻ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കാരണം ഐ തോട്ട് ഞാനായിട്ട് തന്നെ നിന്നിട്ട് എന്തെങ്കിലും ആ ഒരു ശരിക്കും ആ വാശിയാണ് ഈ ട്വിസ്റ്റിനും കാരണം. ലൈക്ക് ഐ വാണ്ടഡ് ടു ബി എ ഡിസൈനർ, ബട്ട് ആൻഡ് ദിസ് ഗിവ്സ് എ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ടു ബി ഓണസ്റ്റ്. സാറ്റിസ്ഫാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഐ ആം ദാറ്റ് പേഴ്സൺ ഹു എൻജോയ്സ് ദ പ്രോസസ്. സോ ആ പ്രോസസ്സിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. And when you give a person a product, it's different. But styling is more, you change their life. You change their, like when I was going through a bad phase, I used to stress eat. I gained around 25 kgs. Nobody guided me. Like, നമ്മൾ ബോഡി ഷെയിം ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ അതായത് മോട്ടിവേറ്റ് ചെയ്യാൻ വളരെ. ആൻഡ് വെൻ നൗ പീപ്പിൾ കം ടു മീ ആൻഡ് സേ ദാറ്റ് ഐ എം ഇൻസ്പയർഡ് ബൈ യു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നാനൊരു കാരണമെന്ന് പറയുമ്പോൾ യു ചേഞ്ച് ദെയർ ലൈഫ്, യു മേക്ക് എ ഡിഫറൻസ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഗിവ്സ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ വിച്ച് വാസ് മിസ്സിങ് ഇൻ ദാറ്റ് ഡിസൈനർ പാർട്ട്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു മെയിൻ ഇതാണ് ഗോൾഡ്. ഹിന്ദു ബ്രൈഡ് ആണെങ്കിൽ ഗോൾഡ് നിർബന്ധമാണ്. സോ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കോഴിക്കോട് അറ്റൻഡ് ചെയ്തൊരു വെഡിങ്ങിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീ വാസ് വെയറിങ് വെരി മിനിമൽ ഗോൾഡ്. അത് ഗോൾഡ് ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് വളരെ മിനിമൽ ഗോൾഡാണ് ഉപയോഗിച്ചത്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദോസ് കോൺസെപ്റ്റ്? ലൈക്ക് ആ ഗോൾഡ് എല്ലാവർക്കും സൂട്ട് ആവുമോ, അല്ലെങ്കിൽ ഡു യു ഹാവ് സംതിങ് ടു സേ അബൌട്ട് ഇറ്റ്? ഗോൾഡ് എന്ന് പറയുമ്പം ഇറ്റ്സ് ദ യെല്ലോ മെറ്റൽ. അപ്പോൾ നമുക്കതറിയാം, ഇറ്റ്സ് യെല്ലോ, ഇറ്റ്സ് വാം. ഗോൾഡ് എന്ന് പറയുന്നത് വാം സ്കിൻ അണ്ടർടോൺ ഉള്ളവർക്ക് മാത്രം സൂട്ടാകുന്ന ഒരു മെറ്റലാണ്. ഇഫ് യു ആർ എ കൂൾ അണ്ടർടോൺ, ദെൻ സിൽവർ, പ്ലാറ്റിനം, ഡയമണ്ട്സ് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റോൺസ് എല്ലാ പാലറ്റിലും വരും. അപ്പം അതായിരിക്കും നമ്മുടെ കൂൾ അണ്ടർടോൺസിന് ബെസ്റ്റായിട്ട് വരിക. പക്ഷേ ഇന്ത്യൻ വെഡ്ഡിങ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡ് ഇസ് ഇന്നെവിറ്റബിൾ, അത് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ, കേരളത്തിൽ ഐ തിങ്ക് സൗത്ത് ഇന്ത്യൻ വെഡ്ഡിങ്സിലാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ, ആൻഡ് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഹിന്ദു വെഡ്ഡിങ്, ഇറ്റ്സ് യു കാൺട്ട് അവോയ്ഡ് ഇറ്റ്. അങ്ങനെ ഒരു, ആൻഡ് ഈ ഗോൾഡിന് 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. ആസ് എ സ്റ്റൈലിസ്റ്റ്, ഗോൾഡ് ഇസ് ജസ്റ്റ് എ കളർ ഫോർ മീ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വെഡ്ഡിങ്, some people
consider it more as an investment. So I'll tell you an example about a bride. ഒരു ലാസ്റ്റ് നവംബറിൽ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രൈഡ് ഉണ്ടായിരുന്നു. അപ്പം ഷീ ഇസ് ഫ്രം ന്യൂസിലൻഡ്, ആസ് ഐ റിമെമ്പർ കറക്റ്റ്ലി. അപ്പം അവിടെ നിന്ന് എല്ലാം പ്ലാൻ ചെയ്തു തന്നു. ഷീ ഹാസ് എൻ എക്സ്ട്രീംലി കൂൾ അണ്ടർടോൺ, അതായത് സ്കെയിലിൻ്റെ ഏറ്റവും ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു, അതായത് ഷീ ഹാസ് നോ വാംത്ത് ഇൻ ഹർ സ്കിൻ. വാം കളേഴ്സ് വാഷ് ഹർ ഔട്ട് സോ മച്ച്. ഇറ്റ്സ് വെരി ബ്രൈറ്റ് ഡാർക്ക് ഫീച്ചേഴ്സ്, അങ്ങനത്തെ ഒരു സ്കിൻ കളറിംഗ് ആണ് പുള്ളിക്കാരിക്കുള്ളത്. ഹിന്ദു വെഡിങ് ആണ്, അപ്പോൾ യു കാണ്ട് അവോയ്ഡ് ഗോൾഡ്. അപ്പോൾ എങ്ങനെ ഗോൾഡ് സ്ട്രാറ്റജിക് ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷെ നോട്ട് ക്ലാഷ് വിത്ത് ഹെർ എന്നുള്ള പ്ലാനിലൊക്കെ വന്നു. സോ വാട്ട് വി ഡു ഇസ് നോർമലി നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കളേഴ്സ് നമുക്കൊരു കളർ അനാലിസിസ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. സോ വാട്ട് ഐ ഡു ഫോർ മൈ കൂൾ അണ്ടർടോൺ ബ്രൈഡ്സ് ആർ, അവരുടെ അതായത് ഈ കളർ പാലറ്റിൽ കുറേ കളേഴ്സ് ഉണ്ടാകും, അതിലും ഏറ്റവും ബെസ്റ്റ് കളേഴ്സ് ചൂസ് ചെയ്തിട്ട് അതായിരിക്കും നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ സാരി ആണെങ്കിൽ സാരിയുടെ ബേസ് കളർ എന്ന് പറയുന്നത് ആ കളറായിരിക്കും. ആൻഡ് അതിലേക്ക് ഗോൾഡ് ജ്വല്ലറി വരുമ്പോഴത്തേക്കും യു ആഡ് സ്റ്റോൺസ് ആൻഡ് അതിൽ ഈ പേൾസ്, അങ്ങനത്തെ എലിമെൻറ്റ്സ് ദാറ്റ് അഗെയിൻ ഫിറ്റ്സ് ഇൻ ടു യുവർ പാലറ്റ്. അങ്ങനെ നമ്മൾ ഗോൾഡിനെ ബാലൻസ് ചെയ്യാണ്. അതായത് യു പ്ലേസ് ഗോൾഡ് ആൻഡ് സിൽവർ ടുഗെദർ, ഇറ്റ് ന്യൂട്രലൈസസ്. അതായത് ഗോൾഡിൻ്റെ വാംത്തിൻ്റെ സിൽവറിൻ്റെ കൂൾനെസ് ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പം നമ്മളൊരു കൂൾ സ്കിൻ ടോൺ ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ അവരുടെ പാലറ്റിലെ ബെസ്റ്റ് കളേഴ്സ് സറൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഈ ഗോൾഡ് ആക്സൻസ് ആയിട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ വേ ടു ഗോ. ബട്ട് വാട്ട് ഹാപ്പൻഡ്, നമ്മൾ ജ്വല്ലറി ഷോപ്പിങ്ങിനായിട്ട് പോയി, ബ്രൈഡ് പോയി, ഷീ ഡിഡ് നോട്ട് വോണ്ട് ഗോൾഡ് അറ്റ് ഓൾ. ബട്ട് അത് നടന്നില്ല. ലൈക്ക് ഇപ്പോൾ ബ്രൈഡ്സൊക്കെ കൂടുതൽ റെൻ്റൽ ജ്വല്ലറി ചൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദം പ്രിഫേഴ്സ് റെൻ്റൽ, ബിക്കോസ് പുറത്തുള്ള കുട്ടികളൊക്കെ അവർ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സോ ദേ ഡോണ്ട് വോണ്ട് ടു സ്പെൻഡ്, അവർ തിരിച്ചു പോകുമ്പോൾ ഈ സാധനം യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ ദേ ഡോണ്ട് വോണ്ട് ടു സ്പെൻഡ് സോ മച്ച്. സോ പണ്ട് ഇമിറ്റേഷൻ ജ്വല്ലറി വാങ്ങിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇമിറ്റേഷൻ വാങ്ങിച്ച് ഞാൻ എന്തിനാണ് വെക്കുന്നത്? ഇമിറ്റേഷൻ ജ്വല്ലറി നല്ല പീസസ് വാങ്ങണേ യു ഹാവ് ടു സ്പെൻഡ് 25-30. അത് തന്നെ റെൻ്റൽ ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് ഫോർ ഇഷ്ടം പോലെ ഡിസൈൻസ്, ഏത് മോഡൽ വേണം. ഒരു ഹെവി അല്ല, ഞാൻ ചെയ്തിട്ടല്ല. ബ്രൈഡ്സ് വരുമ്പോൾ അവർക്ക് ഗോൾഡാണ് വേണ്ടെങ്കിൽ ഗോൾഡിൽ എടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. റെൻ്റൽ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം റെൻ്റൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരോട് ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ വില വെച്ച് ഗോൾഡ് വാങ്ങിക്കാൻ പറഞ്ഞാൽ അവർ വാങ്ങിക്കത്തില്ല. സോ അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ എസ്തെറ്റിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. ഷീ വാണ്ടഡ് ടു ഗോ ഫോർ ഇമിറ്റേഷൻ ബിക്കോസ് ആ പുള്ളിക്കാരിക്ക് വേണ്ട ഡിസൈൻസും കസ്റ്റമൈസ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇറ്റ് വാസ് ക്വിക്ക്. ഷീ വാണ്ടഡ് ടു ഗോ ഫോർ ഇമിറ്റേഷൻ, ബട്ട് ദെൻ ഗോൾഡ് വേണം എന്നുള്ള നിർബന്ധമായി. ഓക്കെ, ദെൻ വിൽ ഗോ ഫോർ സം സ്റ്റോൺസ് വരുമ്പം റീസെയിൽ വാല്യൂ ഇല്ല. അതാണ് എൻ്റെ പ്രശ്നം. റീസെയിൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നല്ല ലൈക്ക് പ്രോപ്പർ യെല്ലോ കളർ ഗോൾഡ് ആണ് എടുത്തത്. ആൻഡ് എങ്ങനെ, അതായത് ഫുൾ അതായത് യുവർ ഫേസ് ഇസ് യുവർ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. അതായത് നമ്മളിപ്പം ഗോൾഡ് നമുക്ക് സൂട്ടാവില്ലെങ്കിൽ അത് നമ്മുടെ കാലിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേസിലേക്ക് റിഫ്ലക്ഷൻ വരുന്നില്ല. അതായത് ഇവിടെ ഈ സർക്കിളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സാണ് ഈ ക്ലാഷ് ഉണ്ടാക്കുന്നത്. സോ അവിടെ ഈ ഒരു പോർഷനിൽ ഫുൾ അൺഫ്ലാറ്ററിങ് ആയിട്ടുള്ള കളേഴ്സ് നിൽക്കുമ്പം മേക്കപ്പ് പാച്ചി ആയിട്ട് തോന്നും. ഫോട്ടോ എടുക്കുമ്പം ആ ഗോൾഡിൽ കൂടുതൽ ഫോക്കസ് പോവും. അങ്ങനെ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. പിന്നെ അത് സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറോൾ ലുക്ക് വരുമ്പം ചിലപ്പം നല്ലതായിരിക്കും, പക്ഷേ ചിലപ്പോൾ നമ്മൾ ആ ബ്രൈഡിനെ നോക്കും, ബ്രൈഡിനെ ആയിരിക്കില്ല കാണുക. ഫസ്റ്റ് യു സീ ദ ഗോൾഡ് ജ്വല്ലറി. അതാണ് ഒരു കളർ അനാലിസിസിൽ നമ്മൾ നോക്കുന്ന ഒരു പോയിൻ്റാണ് ഫോക്കസ് ആൻഡ് ബാലൻസ്. വേർ ഇസ് യു ഐ ഫോക്കസിങ് ഓൺ? എവിടെയാണ് നമ്മുടെ കണ്ണ് ഫസ്റ്റ് പോകുന്നത്? നമ്മളൊരാളെ കാണുമ്പം ആളെയാണോ കളറാണോ ഫസ്റ്റ് കാണുന്നത്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു ബ്രൈഡിനോട് ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നു, യു ലുക്ക് ഗുഡ് ഇൻ എ ഡ്രസ്സ് എന്ന് പറയുന്നതും ബോത്ത് ആർ ഡിഫറെൻറ്റ്. രണ്ടാണ്. സോ ചിലപ്പം ആളെ കാണില്ല. അതാണ് ഈ ഗോൾഡ്. ആൻഡ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ഇന്ത്യൻസ് ഹാവ് കൂൾ അണ്ടർടോൺ. അറ്റ്ലീസ്റ്റ് 50, സംടൈംസ് മോർ ദാൻ ദാൻ. ബിക്കോസ് സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് ഞാൻ അനലൈസ് ചെയ്തതിൽ മോർ ദാൻ 50% ഓഫ് ദ ആൾക്കാർ കൂൾ അണ്ടർടോൺസ് ഉള്ളവരാണ്. മീനിങ് ഗോൾഡ് ഡസ് നോട്ട് സ്യൂട്ട് ദം. ബട്ട് പേഴ്സണലി ഗോൾഡ് എനിക്ക് സൂട്ടാവില്ല. പക്ഷെ ഞാൻ ഗോൾഡ് യൂസ് ചെയ്യും. ലൈക്ക്
I think after the analysis, I started using gold more because I know where to use it, how to use it. Okay. That's also more important, where to use and how to use it. ഇപ്പോൾ ഈ ഒരു ചെറിയ ഇത് ഗോൾഡാണ്, ഡസൻ അഫക്ട് മീ ബിക്കോസ് അതിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് അതെൻ്റെ ഫേസിലേക്ക് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു എമൗണ്ട് ഓഫ് ഒരു സർഫസ് ഏരിയ വേണം. ഒരു ഏരിയ ഉണ്ടെങ്കിലും അതിൽ അത് നമുക്ക് അഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഹൗ ടു യൂസ് ഇറ്റ് എന്നുള്ളത്, നിങ്ങൾക്ക് ഗോൾഡ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ ഗോൾഡ് യൂസ് ചെയ്യരുതെന്നല്ല പറയുക, ഹൗ ടു യൂസ് ഇറ്റ് എഫക്റ്റീവ്ലി എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഗോൾഡിൽ നമുക്ക് സ്റ്റോൺസ് കയറ്റാം, ഡയമണ്ട്സ് കയറ്റാം, യു ക്യാൻ ബാലൻസ് ഇറ്റ് വിത്ത് മിക്സ് ഓഫ് മെറ്റൽസ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ ഒരു കളർ അനലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പറയാൻ പറ്റും. ബട്ട് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് വെൻ ഇറ്റ് കംസ് ടു ദ സ്റ്റൈലിംഗ് തിങ് ഓൾസോ, ഒരു ബ്രൈഡ് വരുമ്പോൾ ബിക്കോസ് ഇപ്പോൾ എല്ലായിടത്തും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തന്നെ ആയിരിക്കും അവരുടെ സ്റ്റൈലിസ്റ്റ്. അത് മിക്കപ്പോഴും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. കാരണം ഹെയർ ഇങ്ങനെ വെച്ചാൽ നന്നായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും മോളെ അങ്ങനെ വെക്കണ്ട, അത് മേക്കപ്പ് പകുതി ആയി കഴിയുമ്പോഴേക്കും പറയണേ പകുതി അങ്ങനെയായിരുന്നു നല്ലത്. വൺ തിങ് ഈസ് ഓവറോൾ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കംപ്ലീറ്റ് പോകും ഇടയ്ക്ക് വെച്ച് പറയുമ്പോൾ, കൺഫ്യൂസ്ഡ് ആവും, ഡൗട്ട്ഫുൾ ആവും. പിന്നെ ഇത് ഒരു ഹെയർ സ്റ്റൈലിംഗ് ഞാൻ മിക്ക ക്ലയൻസിൻ്റെ അടുത്തും പറയുന്ന കാര്യം, എപ്പോഴും കോൾ വെക്കുന്ന കാര്യം, നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ലൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് എൻറ്റയർലി എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ വെൻ യു ചൂസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്, നല്ലൊരു ഹെയർ സ്റ്റൈലിങ്ങും ചെയ്യുന്ന ഒരാളാണോ എന്ന് മേക്ക് ഷുവർ യു ഡൂ ദാറ്റ്. റിസർച്ച് നടത്തിയതിന് ശേഷം ദെൻ ചൂസ് എ റൈറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. കാരണം ഒരു ഹെയറിൻ്റെ ഒരു സ്റ്റൈലിംഗ് മാറുന്നതിനനുസരിച്ച് ഫേസിൻ്റെ ഓവറോൾ ലുക്ക് ചിലപ്പോൾ മാറാം. സോ വെൻ യു ടോൾഡ് മീ അബൌട്ട് ദിസ് കൈൻഡ് സ്റ്റൈലിങ്ങിലേക്ക് ഇതെല്ലാം ഉൾപ്പെടുന്നൊരു സംഭവമല്ലേ? സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഇങ്ങനെ തമാശയ്ക്ക് പറയും ടു മൈ സർക്കിൾ, ഐ എം എ പ്രൊഫഷണൽ ബ്രൈഡ്സ് മെയ്ഡ് എന്ന്. കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലുക്സ്. ഒരു ബ്രൈഡിൽ ഫസ്റ്റ് വരുമ്പോൾ ഹെഡ് ടു ടോ പ്ലസ് ഇമോഷണൽ സപ്പോർട്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഒരു ബ്രൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ടു കമൻറ്റ്, ഗിവ് ഒപ്പീനിയൻ, ആൻഡ് ഈച്ച് ഡേ ഈ ഒപ്പീനിയൻ കൂടി വരുമ്പം ഇവരുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു വരും. ദേ സ്റ്റാർട്ട് ഡൗട്ടിങ്. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കി ഷോപ്പ് ചെയ്ത്, ഐ തിങ്ക് ഇത് കൂടുതൽ സംഭവിക്കുന്നത് ഇപ്പം നമ്മളൊരു കസ്റ്റമൈസ്ഡ് ഒരു ഇതാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. ഇറ്റ് ഹാപ്പൻസ് മോർ വെൻ എ ബ്രൈഡ് ഇസ് ടേക്കൺ ടു എ ഷോപ്പ് ടു അവിടെ ഉള്ളൊരു സാധനം വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തേക്കുന്ന ഒരു സാധനം ഇമാജിൻ ചെയ്ത് ഒപ്പീനിയൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് വെൻ യു ഗോ ടു എ ഷോപ്പ്, ഒരു 10 സാരി എടുത്തിട്ട് വെച്ച് നോക്കി കഴിയുമ്പോൾ 10 പേര് കൂടെ ഉണ്ടെങ്കിൽ 10 പേർക്കും 10 അഭിപ്രായങ്ങളാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ പലരും അവസാനം കരയുന്നത് കണ്ടിട്ടുണ്ട്. ഐ മീൻ ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്, എന്തെങ്കിലും നിങ്ങൾ കാണിക്കും, ഞാൻ ഇരുന്ന് തരാം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൈഡ്സ് വരെയുണ്ട്. ബിക്കോസ് അറ്റ് ദ എൻഡ് ദേ ഡോണ്ട് ഹാവ് എ സേ. പിന്നെ ദേ ആർ കൺഫ്യൂസ്ഡ്. ആൻഡ് എന്തിനാണ് സ്റ്റൈലിസ്റ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത് എന്താണ് സ്റ്റൈലിസ്റ്റിൻ്റെ ഒരു റോൾ ഇൻ ദ വെഡിങ്, നമ്മുടെ നാട്ടിൽ അത് അവെയർ ആയിട്ടുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ NRI ക്ലയൻസാണ് കൂടുതലും ഇതിലേക്ക് വരുന്നത്. ഇവിടുന്ന് ഇല്ല എന്നല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അത് എനിക്ക് തോന്നുന്നു പുറത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് പറയും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെന ബ്രൈഡിൻ്റെ സിസ്റ്ററോ അല്ലെങ്കിൽ കസിനോ റിലേറ്റീവ്സോ അവർ സ്റ്റൈലിസ്റ്റ് ആകുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറയാം. ഐ ടോക്ക് ടെക്നിക്കൽ, അതായത് വാട്ട് ഈസ് യുവർ കളറിങ്, വാട്ട് ഈസ് യുവർ ബോഡി ഷേപ്പ്, വാട്ട് ഈസ് യുവർ ഫേസ് ഷേപ്പ്, ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ വെൻ റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ ഒക്കെ ആകുമ്പം ദേ ഹാവ് എ കളർ പ്രിഫറൻസ്. ആസ് എ കളർ അനലിസ്റ്റ് എല്ലാ കളറും എനിക്ക് ഈക്വലാണ്. ഐ ഡോണ്ട് ഹാവ് എ പ്രിഫറൻസ്. ലൈക്ക് ഐ ഹാവ് എ പേഴ്സണൽ പ്രിഫറൻസ് വെൻ ഇറ്റ് കംസ് ടു മൈ സ്റ്റൈൽ. പക്ഷേ അല്ലാത്ത പക്ഷം എനിക്ക് എല്ലാ കളറും ഈക്വലാണ്. സോ ഐ ഡോണ്ട് ഹാവ് എ പ്രിഫറൻസ്. സോ ഇപ്പം 16 million കളേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ചൂസിങ് യുവർ സെറ്റ്. അത് വേറെ ആളാണെങ്കിൽ ഐ വിൽ ബി ചൂസിങ് ദെയർ സെറ്റ്. ബട്ട് അനദർ പേഴ്സൺ ഹു ഇസ് നോട്ട് എ പ്രൊഫഷണൽ gives you opinion. It's their personal preference. Not what is good for you, what they like. And that might not be the best for you. അതിനൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പേസ്റ്റൽ കളേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള, ലൗഡ് കളേഴ്സ് ഇഷ്ടമില്ലാത്ത ഒരാൾ, പക്ഷേ ഈ ബ്രൈഡ് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ചേരുന്ന ഒരാളാണെന്ന് വെക്കട്ടെ, ഷീ ഡസൻറ്റ് ലൈക്ക്
അതായത് നമ്മുടെ സ്റ്റൈലിസ്റ്റ് ഫ്രണ്ട്. ടേക്ക് ഇറ്റ് ആസ് എ കറന്റ് ട്രെൻഡ് ഓൾസോ. കറന്റ് ട്രെൻഡ് പേസ്റ്റിലാണെന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഈ പേസ്റ്റൽ കളേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഹാർമോണിയസ് വെൻ ഇറ്റ്സ് ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ ഫുൾ പേസ്റ്റൽ ആ ഒരു ഇതിലൊക്കെ ഇറ്റ് ലുക്സ് വെരി എലഗൻറ്റ് ആൻഡ് ഇത്. പക്ഷേ ബ്രൈറ്റ് ആയിട്ടുള്ള കളറിങ് ഉള്ള ഒരാൾക്ക് അത് ഭയങ്കര ഡ്രെയിനിങ് ആണ്. അതായത് അയാൾക്ക് വേണ്ട ബ്രൈറ്റ്നെസ് അയാളുടെ ഫേസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈറ്റ്. കളർ എന്ന് പറയുന്നത് ലൈറ്റാണ്, വേവ് ലെങ്ത് ആണ്, റിഫ്ലക്ഷൻ ആണ്. സോ അയാൾക്ക് വേണ്ട ഡെപ്ത് ഓഫ് കളറിങ് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ലെവൽ ഓഫ് സാച്ചുറേഷൻ അയാൾക്ക് കിട്ടുന്നില്ല. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഇന്ത്യൻ സ്കിൻ ടോൺസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ജനറലി ഹാവ് ഹയർ കോൺട്രാസ്റ്റ്. ഈവൻ ഈ ഞാൻ പറഞ്ഞ 16 സീസൺസ് ഉണ്ട് നമ്മുടെ. ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ കളർ അനാലിസിസ് 16 ഡിഫറെൻറ്റ് പാലറ്റ്സ് ഉണ്ട്. പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ബ്ലോണ്ട് ഹെയർ ഒക്കെ വരുന്നവർക്കാണ് ഈ ലോ കോൺട്രാസ്റ്റിലേക്ക് വരുന്നത്. ഇന്ത്യൻസ് ജനറലി ഹാവ് മീഡിയം ടു ഹൈ കോൺട്രാസ്റ്റ്. അതുകൊണ്ടാണ് ഇന്ത്യൻസിന് ഡാർക്കർ കളേഴ്സ് ബെറ്റർ ആണെന്ന് പറയുന്നത്. ബട്ട് ഓൾ ഡാർക്ക് കളേഴ്സ് ആർ ഓൾസോ നോട്ട് ദ സെയിം. ദർ ആർ കൂൾ ഡാർക്ക് കളേഴ്സ്, വാം ഡാർക്ക് കളേഴ്സ്, സോഫ്റ്റ് ഡാർക്ക് കളേഴ്സ്. എല്ലാത്തിനും ലൈക്ക് ഐ ലുക്ക് അറ്റ് കളേഴ്സ് ആസ് ഡയമെൻഷൻസ്. അതായത് എനിക്ക് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം എമറാൾഡ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എമറാൾഡ് ഗ്രീൻ എന്ന് പറയുമ്പോൾ അതായിരിക്കില്ല ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കളറിനെ ഒരു പേരിട്ട് വിളിക്കുന്നത് എല്ലാവരും ചോദിക്കും കളറിൻ്റെ പേരെന്താണ്. പേർപ്പിൾ ഐസി പേർപ്പിൾ എങ്ങനെയാണെന്നത് ഇമാജിൻ ചെയ്യുന്നത്? യു ക്യാൻ ഇമാജിൻ സംതിങ്, ബട്ട് അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരാൾ പേരിട്ട് വിളിക്കുമ്പം അതിനെ ഇമാജിൻ ചെയ്യുന്നത് വേറൊരാൾ. കളർ ഇസ് എ വിഷ്വൽ മീഡിയം. അപ്പോൾ എപ്പോഴും നമ്മളത് കണ്ടു മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പറഞ്ഞു മനസ്സിലാക്കാൻ ആൾ പെർസീവ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ആൾ പെർസീവ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. ഇറ്റ്സ് ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. നമ്മൾ ഒരു കുട്ടി, എ സ്മോൾ കിഡ് നോട്ട് സബ്ജക്റ്റഡ് ടു ദ സൊസൈറ്റി പോയി നിനക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ബെസ്റ്റ് കളേഴ്സ് ചൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്, റിസർച്ച് പറയുന്നത്. ബിക്കോസ് ദേ ആർ നോട്ട് കണ്ടീഷൻഡ്. അവർക്ക് ട്രെൻഡ്സ് അറിയില്ല, ആൾക്കാരെന്ത് പറയുന്നു എന്നറിയില്ല. അതായത് കളേഴ്സിന് എനർജി ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്. ദാറ്റ് മാച്ചസ് വിത്ത് യു എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പം പീപ്പിൾ തിങ്ക് ലൈക്ക് സ്യൂഡോ സയൻസ്, ബട്ട് ദിസ് ഇസ് സയൻസ്. അതായത് കളേഴ്സ് ആർ വേവ് ലെങ്ത്, ഫ്രീക്വൻസീസ് അട്രാക്ട്സ് യു. അത് നമ്മുടെ കറക്റ്റ് ഡയമെൻഷനിലേക്ക്. ആൻഡ് ഇഫ് യു വെയർ ദ റൈറ്റ് കളേഴ്സ് യു ഫീൽ എനർജൈസ്ഡ് എന്നും പറയുന്നത്. അത് പ്രോബബ്ലി ഐ ഫീൽ ദാറ്റ്, ബട്ട് അത് എന്താ പറയുക, പ്രോബബ്ലി ഇറ്റ്സ് ലൈക്ക് യു വെയർ യുവർ കളേഴ്സ്, യു സീ ഇൻ യുവർ സെൽഫ് ഇൻ യുവർ മിറർ, ഇൻ ദ മിറർ, ആൻഡ് യു ലുക്ക് ഗുഡ് ആൻഡ് യു ഫീൽ എനർജൈസ്ഡ്. അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആകാം. ബട്ട് അങ്ങനെയും തിയറീസ് ഉണ്ട്. തിയറീസ് എന്ന് പറയുമ്പോൾ ഐ കൈൻഡ് ഓഫ് ബിലീവ് ഇറ്റ് ഓൾസോ ബിക്കോസ് ഇറ്റ്സ് സയൻറ്റിഫിക്. സോ ഒരു ജേർണി മീൻസ് വിത്ത് എ ബ്രൈഡ് എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ലൈക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 2-3 മന്ത്സ് നമ്മൾ തുടങ്ങുമ്പോൾ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു 1 or 2 weeks കഴിയുമ്പോഴാണ് പിന്നെ വി ഗെറ്റ് ഇൻ ടു മോർ ഡിസ്കഷൻസ്, എവറിത്തിങ് എല്ലാം ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കഷൻസ് വരുന്നത്. സോ ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം അതർ ഇൻഡസ്ട്രി, ലൈക്ക് യുവർ ഇൻഡസ്ട്രി, യുവർ വേ ഓഫ് ഡൂയിങ് ദ ഇൻട്രാക്ടിങ് വിത്ത് ദ ക്ലയൻറ്റ്? ആ ഒരു ജേർണി എവിടെ നിന്ന് തുടങ്ങണേ? ലൈക്ക് വാട്ട് ഇസ് ഇറ്റ് ഓവറോൾ ജേർണി ടൈം? പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സം ബ്രൈഡ്സ് ലാസ്റ്റ് മിനിറ്റിൽ വന്ന് ബുക്ക് ചെയ്യുന്നവരുണ്ട്. അതായത് എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം വി ഹാവ് പ്രയർ കമ്മിറ്റ്മെൻറ്റ്സ്. പക്ഷെ ചിലപ്പം വെഡ്ഡിങ് എല്ലാവരുടെയും 1 വർഷം മുമ്പ് അങ്ങനെ തീരുമാനിക്കണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു NRI വെഡ്ഡിങ്സ് പെട്ടെന്ന് പ്ലാനായി പെട്ടെന്ന് നാട്ടിലേക്ക് അങ്ങനെ വരുന്നവരുണ്ട്. ബട്ട് ദ പ്രോസസ് ഇസ് ദ സെയിം ഫോർ എവ്രി വൺ. ബട്ട് ചിലർക്ക് ഇപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്നവർ ഓക്കെ ആകുമ്പോൾ ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇഫ് എ ബ്രൈഡ് കംസ് ടു മീ വിതിൻ എ ടൈം സ്പാൻ ഓഫ് 1 month ഓർ 1 year, ഈ പ്രോസസ്സ് എല്ലാം അതിൻ്റെ ഇടയിൽ നടക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫൈൻഡിങ് ദ ബെസ്റ്റ് കളേഴ്സ്, അത് കഴിയുമ്പോൾ ബോഡി ഷേപ്പ്, ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. ദെൻ ഫസ്റ്റ് ലുക്ക്, അതായത് അതിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു കളർ പാലറ്റ് ഉണ്ടാവും, ഒരു സിലുവറ്റ് പ്രൊപ്പോസിഷൻ ഉണ്ട്. സിലുവറ്റ് ആസ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ഗാർമെൻറ്റ്. എങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി ഷേപ്പിന് മോസ്റ്റ് ഫ്ലാറ്ററിങ് ആയിരിക്കും എന്നുള്ളതിൻ്റെ നമുക്ക്, അതായത് ഒരു ഡിസൈൻ പ്ലാൻ ഒന്നുമല്ല, ഒരു ലുക്ക് ബുക്ക് പോലെ. ദീസ് ആർ ദ കൈൻഡ് ഓഫ് തിങ്സ് യു ക്യാൻ. So how do you do that? Like you keep a Google Meet or something? Mostly
എവ്രിബഡി പ്രിഫേഴ്സ്. പുറത്തുനിന്നുള്ള ക്ലയൻസ് ആകുമ്പോൾ ഈ ടൈം ഡിഫറൻസ് ഉള്ളത് തന്നെ മോസ്റ്റ്ലി ഇറ്റ്സ് വാട്സാപ്പ്. ദേ ടെക്സ്റ്റ് മീ, ഐ ടെക്സ്റ്റ് ബാക്ക്. ആൻഡ് ഐ ആം അവൈലബിൾ ത്രൂ ദ ഡേ. ലൈക്ക് ഐ ടെൽ മൈ ക്ലയൻറ്റ്സ്, അതായത് ഞാൻ മൺഡേ ടു സാറ്റർഡേ ഒരു 10 to 6:30, 7 I'll be available. But nights, അത് unless it's last ഒരു ഫ്യൂ ഡേയ്സ്, ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും അർജൻറ്റായിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാറില്ല. ആൻഡ് സൺഡേസ് ഐ നീഡ് ദാറ്റ് 1 day ഓഫ്. അതുകൊണ്ട് അത് ഞാൻ തന്നെ അങ്ങനെ, അതായത് 1 day യു നീഡ്, അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവ് ഇതിൽ ബ്രെയിൻ വർക്ക് ചെയ്യണമല്ലോ. സോ അപ്പോൾ ആ ഒരു ഇതിൽ വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻസ് ആണ് മോസ്റ്റ്ലി നടക്കുക, വോയിസ് മെസ്സേജസ്. ആൻഡ് അൺലെസ് വെരി നീഡഡ് എന്ന് തോന്നാത്തടത്തോളം കാലം ഗൂഗിൾ മീറ്റ്സ്, വീഡിയോ കോൾസിലൊന്നും പോകാറില്ല. മോസ്റ്റ്ലി ഇറ്റ്സ് വാട്സാപ്പ് ഫോട്ടോസ്. കാരണം ഹൗ ഡസ് ഇറ്റ് സ്റ്റാർട്ട്? ലൈക്ക് ഫസ്റ്റ് എ ക്ലയൻറ്റ് കംസ് ഇൻ ബുക്സ്. അപ്പം ഞാനൊരു ഡേറ്റ് കൊടുക്കും. അതായത് ഫസ്റ്റ് ഞാൻ ചോദിക്കുക നിങ്ങളുടെ വെഡ്ഡിങ് എന്നാണെന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റിൽ ഇപ്പം ഞാൻ അന്നത്തെ ഡേറ്റിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും, ഇപ്പം ഒരു ബ്രൈഡൽ ഇതിൽ ആ ബ്രൈഡിന് ഞാൻ ഉള്ളതെല്ലാം ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്ത് ലുക്ക് ബുക്കും കൊടുത്ത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുമ്പം ഐ വിൽ ബി ഗിവിങ് ദം എ ലുക്ക് ബോർഡ്. അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ബോർഡ്, ഒരു അതിൻ്റെ അകത്ത് ഡ്രസ്സിൻ്റെ, അതായത് ഔട്ട്ഫിറ്റിൻ്റെ പിക്ചർ ഉണ്ടാവും, ഇയറിങ്സ്, കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാർട്ടാണ്. ലൈക്ക് വിൽ ബി ഡിസൈഡിങ് ഇൻ പ്രയർ. ബട്ട് ഒരു അവരുടെ മേക്കപ്പ് എങ്ങനത്തെ ടോൺസ് ആണ്, മേക്കപ്പ് കളേഴ്സ്, മേക്കപ്പ് റെഫറൻസസ്, ഹെയർ സ്റ്റൈൽ റെഫറൻസ്, അങ്ങനെ എല്ലാം ഒറ്റ പേജിൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പാകത്തിന് ഒരു മൂഡ് ബോർഡ് ഞാൻ കൊടുത്തു. അപ്പം ഞങ്ങളുടെ ഡിസ്കഷൻ അതിന് മുമ്പേ തീരും, പ്ലാനിങ്ങും എല്ലാം തീരും. പക്ഷേ ആ വെഡ്ഡിങ് ഡേയിൽ ഐ വിൽ ബി അവൈലബിൾ. ബിക്കോസ് ഈ ലാസ്റ്റ് മിനിറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു സിബ് പോയി, ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ഒരു ഔട്ട്ഫിറ്റ് ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ഡെലിവറി പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ വരുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. സോ ആ നിമിഷം ഒരു ബ്രൈഡ് പാനിക് ആവും, അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല വാട്ട് നെക്സ്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രൈഡൽ സ്റ്റൈലിങ്ങിലെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്, ആൻഡ് ഏറ്റവും ആവശ്യം വരുന്നതെന്ന് പറയുന്നത് ആ ഒരു പോയിന്റിലാണ്. അപ്പോഴാണ് അവർ പാനിക് ആവും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു സ്കേർട്ട് വന്നില്ല, വാട്ട് നെക്സ്റ്റ്? നമുക്ക് ആ മൊമെന്റിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്, ബിക്കോസ് വി ആർ ടെക്നിക്കലി ട്രെയിൻ ഫോർ ഇറ്റ്. അപ്പം നമുക്കത് പാനിക് ആവേണ്ട കാര്യമില്ല, ദിസ് ക്യാൻ ബി ഡൺ. അല്ലെങ്കിൽ അടുത്ത വാട്ട് നെക്സ്റ്റ്? പക്ഷെ അവരവിടെ ഇമോഷണൽ ആവും, സ്ട്രെസ്ഡ് ആവും, ആൻഡ് ദേ വിൽ ബി ഹാവിങ് ലൈക്ക് 2 ദിവസം ഉണ്ടാവുള്ളൂ അടുത്തന്നെ. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പം അവൈലബിൾ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ഒരു ഫുൾ ലെഹങ്കയൊക്കെ ചെയ്യിപ്പിച്ചെടുത്ത സ്റ്റോറീസ് ഉണ്ട്. കാരണം അവസാനം നമ്മൾ പ്ലാൻ ചെയ്ത സാധനം അവസാനം ഇല്ല, ദർ ഇസ് നത്തിങ്. ആ 2 ദിവസം ഫ്രം സ്റ്റാർട്ട് സ്ക്രാച്ച് ചെയ്യുക. അപ്പോൾ എന്താണ് അവൈലബിൾ, വാട്ട് ഇസ് അവൈലബിൾ, അങ്ങനെ ചെയ്യും. സോ ഈവൻ ഇഫ് ആ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ലേ പോലും, ഈ ബ്രൈഡ് ആ വെഡ്ഡിങ് ഡേയിൽ ഐ നീഡ് നോട്ട് ബി അവൈലബിൾ, ബട്ട് ഐ എം ദെയർ. ബിക്കോസ് ആ ഒരു സമയത്ത് ആയിരിക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. സോ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വെഡ്ഡിങ് ഡേറ്റ് ആണ്. ബിക്കോസ് ആ ഒരു ഡേയിൽ ഓവർലാപ്പ് വരാൻ പാടില്ല. വാട്ട് ഇഫ് 2 brides, അതായത് 2 പേർക്ക് ഈ സെയിം ഇഷ്യൂ ഒരുമിച്ച് വന്നാൽ, ആൻഡ് ഇറ്റ് ഹാപ്പൻസ് വെരി ഓഫൻ, മോർ ഓഫൻ ദാൻ വി തിങ്ക്. അവസാന നിമിഷം ഫ്രം സ്ക്രാച്ചസ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബ്രൈഡ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ഓവർലാപ്പ് വരാണ്ടിരിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഐ ആസ്ക് വെഡ്ഡിങ് ഡേറ്റ് എന്നാണ്. ഓക്കെ, ആ ഡേറ്റ് ആ ഒരു 1 week ഗ്യാപ്പിൽ ഒന്നുമില്ലെങ്കിൽ ഐ ടേക്ക് എ ബ്രൈഡ്. അപ്പോൾ ഡേറ്റ്സ് ഓക്കെ ആണെങ്കിൽ ദെൻ ഐ ഗിവ് ദെം ഡേറ്റ് ഫോർ ദെയർ ഫോട്ടോസും മെഷർമെൻറ്റ്സ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഉണ്ട് എങ്ങനത്തെ ഫോട്ടോസ് വേണം എന്നുള്ളത്. സോ ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കളർ ആൻഡ് അതിന് ഈ അനാലിസിസ് പ്രോസസ്സ് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോസും മെഷർമെൻറ്റ്സും ഉണ്ട്. സോ നെക്സ്റ്റ് അവൈലബിൾ ഡേറ്റിലേക്കായിരിക്കും അത് പോസ്റ്റ് ചെയ്യുക. ആൻഡ് വെൻ ദേ സബ്മിറ്റ് ദ ഫോട്ടോസ്, പിന്നെ എനിക്കാണ് അതിൻ്റെ കുറച്ച് പരിപാടികളുള്ളത്. അതായത് കളർ അനലൈസ് ചെയ്യുക, ബോഡി ഷേപ്പ് അനലൈസ് ചെയ്യുക, ഫേസ് ഷേപ്പ് അനലൈസ് ചെയ്യുക, ആൻഡ് ദെൻ ഐ ഹാവ് എൻ ഐഡിയ, ദെൻ ഐ ക്രിയേറ്റ് എ ലുക്ക് ബുക്ക്, ദെൻ ഐ സെൻഡ് ഇറ്റ് ടു ദം. അപ്പോൾ അവർ ഓക്കെ ഇതാണ് എനിക്ക് നല്ലത്, ആൻഡ് ദെൻ ദേ ക്യാൻ ഗിവ് ദെയർ ഇൻപുട്സ് വാട്ട് ദേ ഹാവ്. അവർ കുറേ പിൻട്രസ്റ്റിലൊക്കെ ഓൾറെഡി സെർച്ച് ചെയ്ത് അവർക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇഷ്ടം ആൻഡ് ഐഡിയാസ് അത് അവർക്ക് സൂട്ടാവുന്നതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടാവും. സോ ഹൗ ടു ബ്ലെൻഡ് ഇറ്റ് ആൻഡ് ഗിവ് ദ ബെസ്റ്റ് ഔട്ട്പുട്ട് ഫോർ വാട്ട് ദേ വോണ്ട്. അതാണ്. പിന്നെ അങ്ങോട്ട് ഈ പറഞ്ഞ ഡിസ്കഷൻ നമ്മളൊരു ഈ ആസ് ഐ എം എ ഡിസൈനർ, ഐ സംടൈംസ് ഇപ്പം കസ്റ്റമൈസ് ചെയ്യാനുള്ളതാണെങ്കിൽ ഐ യൂസ് ടു ഗിവ് സ്കെച്ചസ് കൊടുക്കാറുണ്ട്. അതായത് എങ്ങനത്തെ നെക്ക് ലൈൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത്, അതിന് എത്ര ഡെപ്ത് വേണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ
ഒരു ബ്ലൗസിൽ എംബ്രോയ്ഡറി ചെയ്യുകയാണെങ്കിൽ ആ എംബ്രോയ്ഡറിയുടെ പ്ലേസ്മെൻറ്റിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കണം, അതിൻ്റെ വലിപ്പം, കാരണം ഇതൊക്കെ മാറ്റർ ചെയ്യും. ഒരു ലൈൻ, ഒരു സ്റ്റിച്ച് ലൈനിന് വരെ ഹോൾ ലുക്ക് മാറ്റിമറിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒരു വേസ്റ്റ് ബാൻഡ്. So basically you work with both the makeup artists, the designers. I work with the client. ഞാൻ ഡയറക്റ്റ് ഇപ്പം ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് പോകുമ്പോൾ ദേ വിൽ ഹാവ് എൻ ഐഡിയ വാട്ട് കളേഴ്സ് ദേ ഷുഡ് ബി ഗോയിങ്, അല്ലെങ്കിൽ അവരുടെ ഫേസിന് എന്തൊക്കെ, ആൻഡ് ഐ ഗിവ് എ ലുക്ക് ബുക്ക്. ആൻഡ് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാറില്ല. ലൈക്ക് ഇപ്പം ബൊട്ടീക്കായിട്ടാണെങ്കിലും അൺലെസ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, അല്ലാതെ അതായത് അവർക്ക് ഡയറക്റ്റ്ലി കൺവേ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞാൻ ഡയറക്റ്റ്ലി സംസാരിക്കാറുള്ളൂ. അതിൽ കൂടുതൽ അങ്ങനെ വളരെ റെയറായിട്ടേ ആവശ്യം വരാറുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലുക്ക് ബുക്ക് എന്ന് പറയുന്നത് വെരി സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കും. ആൻഡ് ഈ ഡിസ്കഷൻ ഹാപ്പൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രൈഡ്സ് ദേ വിൽ ഹാവ് എൻ ഐഡിയ. ഐ ബി ട്രെയിനിങ് ദം. ഇപ്പോൾ ഷോപ്പിങ്ങിന് ഇപ്പം കസ്റ്റമൈസേഷൻ ആണെങ്കിൽ ഐ ബി ഗിവിംഗ് ദം എ റഫ് സ്കെച്ച്. ഇങ്ങനത്തെ ഒക്കെ ദേ ക്യാൻ ചൂസ്. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എവിടെ വെച്ച് യോക്ക് പ്ലേസ്മെൻറ്റ് വരണം, എവിടെ നിന്ന് ഫ്ലെയർ തുടങ്ങണം, ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഒരു യോക്കിൻ്റെ പൊസിഷൻ 1 ഇഞ്ച് മുകളിലേക്കോ താഴേക്കോ കയറിയാൽ ദറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഒരു ഗൗണിന്, അല്ലെങ്കിൽ ഒരു ലെഹങ്കയ്ക്ക്, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് അത് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ക്യാൻ ലുക്ക് 10 kgs എക്സ്ട്രാ ഓർ ലോവർ. അത്രയും ഡിഫറൻസ് ഉണ്ട്. ഒരു സ്റ്റിച്ച് ലൈനിന് വരെ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വെരി സ്കിന്നി കൈൻഡ് ഓഫ് ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒത്തിരി ഓവർവെൽമിങ് ആയിട്ടുള്ള സിലുവേറ്റ്സ് ഒന്നും നമ്മൾ കൊടുക്കില്ല. അവരുടെ ആ ഫ്രെയിമിന് അവർക്ക് കൂടുതലാണെന്ന് തോന്നുന്നത്, അതായത് മിനിമൽ ആയിട്ടുള്ള അവരുടെ ഫ്രെയിമിന് പ്രൊപ്പോർഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പ്രൊപ്പോർഷൻ, സ്കെയിൽ, ഡയമെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ സ്റ്റൈലിംഗ് ഈസ് ബേസിക്കലി എൻ ഇല്യൂഷൻ. നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് ടോളായിട്ട് തോന്നും, ഹൊറിസോണ്ടൽ ലൈൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഡായിട്ട് തോന്നും. സോ ആ ഒരു ഇല്യൂഷൻ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഒരു happens from the head to toe, like jewelry ആണെങ്കിലും ഈവൻ ഇയറിംഗ്സ് ആണെങ്കിലും ഈവൻ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും, ഈവൻ ഹെയർ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്ന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഡു ഇറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് ഡു മേക്കപ്പ്, ഐ ഡോണ്ട് നോ ടു ഡു മേക്കപ്പ്. ബട്ട് അവരുടെ ഫേസിൽ ഏത് കളേഴ്സാണ് മേക്കപ്പിൽ വരണ്ടേ എന്ന് എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് വേൾഡിൽ എവിടെയും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് അണ്ടർടോൺ ചെക്ക് ചെയ്യാൻ ആയിട്ട് പഠിപ്പിച്ചതായിട്ട് അങ്ങനെ ഒരു കോഴ്സിലും കരിക്കുലത്തിലും വരുന്നില്ല. ആൻഡ് ഈ വെയിൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഇഫ് യു സി ബ്ലൂ വെയിൻസ് യു ഹാവ് 1 under, പക്ഷെ അത് റിലയബിൾ അല്ല. സോ ദ ഓൺലി മെത്തേഡ് ടു ഫൈൻഡ് യുവർ അണ്ടർടോൺ ഇസ് എ കളർ അനാലിസിസ്. അത് ഡ്രേപ്പിംഗ് മെത്തേഡാണ്. അപ്പം എനിക്ക് മേക്കപ്പ് അറിയേണ്ട കാര്യമില്ല, ബട്ട് ഐ ക്യാൻ സേ ദാറ്റ് വാട്ട് അവരുടെ ഫേസിൽ ഏത് കളേഴ്സാണ് വരേണ്ടത് എന്നുള്ളത് ഐ ക്യാൻ ടെൽ. സോ ഐ എം നോട്ട് ഇൻ്റർഫിയറിങ് ഇൻ അനദർ പ്രൊഫഷണൽസ് വർക്ക്, ബട്ട് ആ ക്ലയൻറ്റിന് എന്താണ് ബെസ്റ്റ് എന്നുള്ളത് അവരെ തന്നെ അവെയർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് മേപ്പം. ലൈക്ക് വാട്ട് സൂട്ട്സ്. ഇപ്പം പലർക്കും എന്താണ് എനിക്ക് ചേരുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കാണില്ല. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. സോ ദേ ക്യാൻ മേക്ക് ബെറ്റർ ഡിസിഷൻസ്. ഇറ്റ്സ് നോട്ട് ഓൺലി ദ കളേഴ്സ് വാട്ട് ദേ നീഡ് ടു വെയർ, ബട്ട് ഹെഡ് ടു ടോ എങ്ങനെ ആവണം. ഇപ്പോൾ ഒരു ചുട്ടിയുടെ സൈസ്, അതിന്റെ ഷേപ്പ്, ചിലർക്ക് മറ്റേ നമ്മുടെ ചുട്ടി മാട്ടി ഫുൾ അത് ചേരും. പക്ഷെ ചെറിയൊരു ഫേസുള്ള ആൾക്ക് ഇത്രയും സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് അവരുടെ മുഖത്തുണ്ടാവില്ല. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജിമിക്കി, ആ ജിമിക്കിക്ക് പല സൈസ് പല ആൾക്കാർക്കായിരിക്കും. ഒരു ചെറിയ മുഖമുള്ള ആൾക്ക് വലിയൊരു ജിമിക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രൊപ്പോർഷണൽ അല്ല. വലിയൊരു ഫേസുള്ള ആൾക്ക് ചെറുതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതേ പ്രൊപ്പോർഷൻ ക്ലാഷ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഒരു സ്റ്റൈലിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന സെയിം ആണെന്നറിയില്ല. എൻ്റെ പ്രോസസ്സ് അതാണ്. ഇറ്റ്സ് മേക്കിംഗ് ദ ബ്രൈഡ് അവെയർ ഓഫ് ദെയർ ബെസ്റ്റ് പോസിബിലിറ്റീസ് ആൻഡ് ബിയോണ്ട്. ബിക്കോസ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ബോഡി ഷേപ്പ് ചേഞ്ചസ് ബട്ട് യുവർ കളർ നെവർ ചേഞ്ചസ്. അത് എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഇനി പിന്നെ അവർക്ക് എന്താണ് എന്നുള്ളൊരു അവയർനെസ്സും കിട്ടുമല്ലോ. വാട്ട് ദ കളർ, സ്കിൻ ടോൺ, കളർ ഈസ്. കളർ അനാലിസിസ് ചെയ്യുന്നത് ബ്രൈഡ്സിന് മാത്രമല്ല, എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ആൻഡ് ദ കളർ അനാലിസിസ് റിസൾട്ട് ഐ പ്രൊവൈഡ് ടു എ ബ്രൈഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ദെയർ വെഡിങ് ഡേ. ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ലൈഫ് ടൈം ബിക്കോസ് അത് ചേഞ്ച് ആവില്ല. Did you ever had a tough time? Brides, from bride I have never had a tough time.
പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാഡ് എ ബ്രൈഡ് ഹൂ വാസ് എ ഹിന്ദു ബ്രൈഡ് ആൻഡ് വി ഹാഡ് 2 ലുക്സ്. അതായത് ഒരു വെഡ്ഡിങ് സാരി ലുക്ക് ആൻഡ് ഒരു 3 ലുക്സ് ഉണ്ട്. ഒരു വെഡ്ഡിങ് സാരി ലുക്ക്, ഒരു സെക്കൻഡ് സാരി കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സാരി ചേഞ്ച് ഇതുണ്ടല്ലോ, പിന്നെ ഒരു റിസപ്ഷൻ ലുക്ക്. അപ്പം ഈ സെക്കൻഡ് സാരി ലുക്ക് ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. സോ അത് നമ്മൾ പറഞ്ഞ ലുക്ക് ബുക്കിൽ അതേ പാറ്റേണിൽ അതായത് നമ്മൾ എന്ത് പ്ലാൻ ചെയ്തോ അത് കറക്റ്റായിട്ട് വന്നു. ആൻഡ് ഈ മെയിൻ വെഡ്ഡിങ് ലുക്ക് എന്ന് പറയുന്നതാണല്ലോ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം. സെക്കൻഡ് സാരി കുറച്ച് നേരം കുഴപ്പമില്ല. ആൻഡ് എന്നിട്ട് ലുക്ക് ബുക്ക് എല്ലാം ഫൈനലൈസ് ചെയ്തു. നമ്മൾ എഗെയിൻ കൂൾ അണ്ടർടോൺ ഉള്ളൊരു ബ്രൈഡായിരുന്നു. അപ്പം വി ഫോക്കസ്ഡ് ഓൺ കൂൾ കളേഴ്സ്. എന്നിട്ട് ഗോൾഡ് എങ്ങനെ സട്ടിലായിട്ട് ആക്സെൻറ്റ് ചെയ്യാം എന്നൊക്കെ എല്ലാം പ്ലാൻ ചെയ്ത് വി ഹാഡ് എ ക്ലിയർ കട്ട് പ്ലാൻ. ആൻഡ് വി ഡിഡ് എ മിസ്റ്റേക്ക്. വി വെന്റ് ഷോപ്പിംഗ് വിത്ത്, അതായത് അറ്റ്ലീസ്റ്റ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബ്രൈഡ്സിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പം വെൻ അവർ പുതിയൊരു ഫാമിലിയിലേക്ക് പോവാണ്, അപ്പം അവർ വരുമ്പോൾ ഇവർക്ക് ഒത്തിരി അങ്ങ് പിടിക്കാനും പറ്റത്തില്ല. അതായത് എനിക്കിത് മതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ വില്ലത്തി ആവുമല്ലോ എന്നുള്ളൊരു ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ടാണ് അല്ലേ. അപ്പം ദിസ് ഗേൾ ഡിഡ് നോട്ട് വാണ്ട് ദ സാരി ദേ ബോട്ട്. അതായത് 1.5 lakhs ഒരു സാരിയാണ് വാങ്ങിച്ചത് കാഞ്ചീപുരം. ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഷീ ഡിഡ് വോണ്ട് ആൻഡ് ഷീ ഡിഡ് ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് സാഡ് നോ. ഒരു കല്യാണത്തിന് അവർക്ക് ഇടാനുള്ള ഒരു മെയിൻ അവർ ലൈഫ് ലോങ് റിമെമ്പർ ചെയ്യേണ്ട ഒരു ഇതിന് ഇടാനുള്ള, ആൻഡ് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ആൻഡ് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടത് 30,000 റേഞ്ചിലുള്ള ഒരു സാരി. ആൻഡ് ഐ തിങ്ക് അതാണ് സെക്കൻഡ് സാരി ആയിട്ട് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഈ 1.5 lakhs സാരി എടുത്തു, പ്ലസ് ഗോൾഡ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ സ്റ്റോൺസ്, ജ്വല്ലറി ഒക്കെ. ഔട്ട്ഫിറ്റ് കളർ വേറെയിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ പോയി. അടിത്തറ ഇല്ലാണ്ട് നമുക്ക് വീട് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഉള്ളതെല്ലാം ക്ലാഷ് ആവും. അപ്പോൾ അതിൻ്റെ പിന്നെ വന്നേക്കുന്നത് ഗോൾഡ് ജ്വല്ലറി എടുത്തു കഴിഞ്ഞപ്പോൾ അഗൈൻ റീസെയിൽ വാല്യൂ ഇല്ല. സോ ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എ ബിസിനസ് എന്ന് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് പോകും. അതുപോലെ കാരണം ആ കുട്ടി അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിലേക്ക് പോകുമ്പം ഷീ ഈസ് നോട്ട് വെയറിങ് ദ സാരി ഷീ ലൈക്ഡ്, ഷീ ഈസ് നോട്ട് വെയറിങ് ദ ജ്വല്ലറി ഷീ ലൈക്സ്. ആൻഡ് ഇറ്റ്സ് വെരി, ആൻഡ് ദർ ഇസ് നോ സേ. കോൺഫിഡൻസ് പോയി. ആൻഡ് ഷീ നോസ് ദാറ്റ് ദിസ് ഡസൻറ്റ് സ്യൂട്ട് മീ. ആൻഡ് 10 റിലേറ്റീവ്സ് കൂടെ പോയാൽ 10 പേർക്കും 10 അഭിപ്രായമാണ്. ആൻഡ് നത്തിങ് മാച്ചസ്. അതാണ് ഒരു സ്റ്റൈലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒപ്പീനിയൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഒരിടത്ത് ഇതാണ് ഒപ്പീനിയൻ എങ്കിൽ അടുത്തത് ബോഡീനെ കുറിച്ചുള്ള കമൻസായി, മെലിഞ്ഞു പോയല്ലോ ഒരുപാട്, അല്ലെങ്കിൽ തടി വെച്ചല്ലോ, ഡയറ്റ് ചെയ്യുന്നില്ലേ, അങ്ങനെ അത് ഒപ്പീനിയൻസിന് ഒരു കുറവുമില്ല. അപ്പം അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനങ്ങ് ശരിയാവുമോ, എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ആൻഡ് കൂടെ പുതിയൊരു ലൈഫ് തുടങ്ങാണ്, ന്യൂ പ്ലേസ്, ന്യൂ പീപ്പിൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഐ തിങ്ക് ഭയങ്കര ആ ഒരു സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ. ആൻഡ് ബിക്കോസ് ഇപ്പം ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആൾ ആ ഒരു 3 hours 4 hours അല്ലെങ്കിൽ 1 day ആ ഒരു ടൈമിലാണ് ഒരു ബ്രൈഡിനെ കാണുന്നത്. പക്ഷേ ആസ് എ സ്റ്റൈലിസ്റ്റ് അതൊരു ഇപ്പം 1 month ആണെങ്കിൽ പോലും ഇറ്റ്സ് ആൻ എക്സ്റ്റെൻസീവ് പ്രോസസ്. അതായത് യു ആർ ദെയർ ത്രൂ ആൻഡ് മെനി ഡിസിഷൻസ് ആർ ഇമോഷണൽ ടു. ഇപ്പം ഒരു ബ്രൈഡിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫാഷൻ. അവിടെ സം പീപ്പിൾ പ്രിഫർ എയർലൂംസ് അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് അമ്മയുടെ സാരി, പഴയ സാരി. അപ്പം ഇമോഷണലി ആൻഡ് മോസ്റ്റ് ഡിസിഷൻസ് ആർ ഇമോഷണൽ വെൻ ഇറ്റ് കംസ് ടു എ വെഡിങ്. വെൻ ഇറ്റ് കംസ് ടു പേഴ്സണൽ ഫാഷൻ ഇറ്റ്സ് മോർ ഓഫ് ഇമോഷണൽ. ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ദർ ആർ സോ മെനി ഇമോഷണൽ ഡിസിഷൻ. ലൈക്ക് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂമിന് ഇഷ്ടപ്പെടുവോ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ട ഒരു സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള. അപ്പം ദാറ്റ്സ് വൈ ഈ ഒരു 6 months റേഞ്ചിലൊക്കെ ചിലപ്പം നമുക്ക് ഒന്നും കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു ബ്രൈഡൽ സ്റ്റൈലിസ്റ്റിനെ. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺടാക്ട് വരുമ്പോഴത്തേക്കും ദേ ഗെറ്റ് കണക്റ്റഡ് ടു യു. ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഇമോഷണലി ഗിവ് ദം, അവരെ കോൺഫിഡൻ്റ് ആക്കുക എന്നുള്ള ഒരു
അൺഎക്സ്പെക്റ്റഡ് ടാസ്ക് കൂടി ഈ ബ്രൈഡൽ സ്റ്റൈലിങ്ങിൽ ഉണ്ടെന്ന് ഞാൻ ആക്ച്വലി അത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സാധനമായിരുന്നില്ല. അത് പാർട്ട് ഓഫ് ഇറ്റ് ആണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, കാരണം അതില്ലാണ്ട് ഈ പ്രോസസ്സ് ഇല്ല. കളർ അനാലിസിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വിർച്വൽ ഡ്രേപ്പിംഗ് ചെയ്യുന്നു. വിർച്വൽ കളർ അനാലിസിസ് ആണെങ്കിൽ വിർച്വൽ ഡ്രേപ്പിംഗ് ചെയ്യും, റിയൽ ഇൻ പേഴ്സൺ ആണെങ്കിൽ ഫാബ്രിക് ചേഞ്ചസ് ആണ്. അപ്പോൾ ഈ ഫാബ്രിക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ചുമ്മാ കുറേ കളർ തുണിയല്ല. അപ്പം നമുക്കിവിടെ പോയി വാങ്ങിച്ച് അങ്ങനെയല്ല, ഈ പറഞ്ഞ ഓരോ സെറ്റ് ഓഫ് ഫാബ്രിക്സ് വെച്ച് മാറ്റി മാറ്റി ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സെറ്റ് ഓഫ് ഫാബ്രിക്സിന് ഓരോ കളർ ഡയമെൻഷൻ ഉണ്ട്. ഇപ്പം കളർ സീസൺസ് 4 ഒറിജിനൽ കളർ സീസൺസ് കളർ അനാലിസിസിൻ്റെ ഹിസ്റ്ററിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 കളർ സീസൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഓട്ടം, വിൻ്റർ, സമ്മർ, സ്പ്രിങ്. ഇതിൽ സ്പ്രിങ്ങും ഓട്ടം വാം അണ്ടർടോൺസ് ആണ്. വിൻ്റർ ആൻഡ് സമ്മർ എന്ന് പറയുന്നത് കൂൾ അണ്ടർടോൺ ആണ്. അപ്പോൾ കൂൾ കളേഴ്സ്, ബ്ലൂ ബേസ് കളേഴ്സ് ആയിരിക്കും സമ്മർ ആൻഡ് വിൻ്ററിൽ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വിൻ്റർ ഇസ് ഹൈ ഇൻറ്റൻസിറ്റി, മോർ സാച്ചുറേറ്റഡ് കളേഴ്സ് ലൈക്ക് വിവിഡ് മജന്ത, റോയൽ ബ്ലൂ, എമറോൾഡ് ഗ്രീൻ, അങ്ങനത്തെ ജുവൽ ടോൺസ്. ആ ഒരു സമ്മറിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് പേസ്റ്റൽസ്, കൂൾ പേസ്റ്റൽസ്, അതായത് പൗഡർ ബ്ലൂ, അക്വ, അങ്ങനത്തെ സോഫ്റ്റർ കളേഴ്സ്. സെയിം അത് തന്നെയാണ് ഹൈ ഇൻറ്റൻസിറ്റി ആൻഡ് ലോ ഇൻറ്റൻസിറ്റി ഇൻ വാം അണ്ടർടോൺസിനും. ഓട്ടം വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മുടെ ഈ ഓട്ടം ലീവ്സ് പൊഴിഞ്ഞു കിടക്കുന്ന ആ ഒരു നമ്മുടെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏർത്തി ടോൺസ്, കുറച്ചുകൂടെ ഫോളൻ ലീവ്സ്, ആ ഒരു റിച്ച് ഏർത്തി കളേഴ്സ് ആയിരിക്കും ഓട്ടമിൽ വരുന്നത്. സ്പ്രിങ്ങിൽ വരുമ്പോഴത്തേക്കും വൈബ്രൻറ്റ് ഫ്ലോറൽ, ആ ഒരു നല്ല, അതായത് വസന്തം എന്ന് പറയുന്ന ആ ഒരു ഇതാണല്ലോ, യെല്ലോ, റെഡ്, വാമർ കളേഴ്സ്, നല്ല വാം ഗ്രീൻസ്, അങ്ങനത്തെ. ഇതാണ് ഒറിജിനൽ സീസൺസ്. പിന്നീട് അത് റിഫൈൻ ചെയ്തു വന്നപ്പോൾ ഇപ്പോൾ 12 സീസൺ സിസ്റ്റം ഉണ്ട്, 16 സീസൺ സിസ്റ്റം ഉണ്ട്, സംടൈംസ് ഇറ്റ് ഗോസ് അപ് ടു 23. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഒരാളുടെ കളർ ഡയമെൻഷൻസ്. അതായത് ഈ 3 സ്കെയിലിൻ്റെ കൂൾ ടു വാം, ബ്രൈറ്റ് ടു സോഫ്റ്റ്, ലൈറ്റ് ടു ഡാർക്ക്, ഇതിലെ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഇയാളെ ഒരു കളർ പാലറ്റിൽ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം എനിക്കറിയാം എൻ്റെ കളർ പാലറ്റ് ഏതാണ്. സോ ഐ നോ വാട്ട് കളേഴ്സ് വർക്ക് ഫോർ മീ, വാട്ട് കളേഴ്സ് ഡസൻറ്റ് വർക്ക് ഫോർ മീ. ആൻഡ് ഇത് ഓരോ ഞാൻ ചോദിക്കുന്നത് മീൻസ് വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ ഒരു വെതറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ടാനിങ് സംഭവിക്കില്ല മിക്കപ്പോഴും? ടാൻ ചെയ്യോ ബേൺ ചെയ്യോ എന്നുള്ളത് അറിഞ്ഞിട്ട് നമുക്കിപ്പം കാര്യമില്ല. അപ്പം ഫോർ എക്സാമ്പിൾ യു ഹാവ് എ കൂൾ അണ്ടർടോൺ ഞാൻ പറഞ്ഞു തന്നു, ബട്ട് വാട്ട് കളേഴ്സ് ഷുഡ് യു വെയർ അതും കൂടെ അറിയണമല്ലോ. ദാറ്റ്സ് വൈ എവ്രി കളർ അനാലിസിസിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുക്കും. ഞാനല്ല, പ്രോപ്പർ പ്രൊഫഷണലായിട്ട് കളർ അനാലിസിസ് ചെയ്യുന്ന ആൾ ഒരു റിപ്പോർട്ട് കൊടുക്കും. അതിൽ വാട്ട് ഈസ് യുവർ റേഞ്ച് ഓഫ് അണ്ടർടോൺ. ഇറ്റ് ക്യാൻ ബി കൂൾ, കൂൾ, ന്യൂട്രൽ വാം, ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് അണ്ടർടോൺ വൺ പാർട്ട്. സെക്കൻഡ് പാർട്ട് ഇസ് ഇൻറ്റൻസിറ്റി. ഇറ്റ് ക്യാൻ ബി സോഫ്റ്റ്, മീഡിയം ബ്രൈറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് ലൈറ്റിനും ആ ഒരു സ്കെയിൽ ഉണ്ടാവും. അപ്പോൾ ഇത് a person can be cool, dark, bright, can be cool, dark, muted, cool, dark, medium, muted. ഇത് കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ എങ്ങനെ വരുന്നു എന്നനുസരിച്ച് വേണം ഈ പാലറ്റ് സിസ്റ്റത്തിലേക്ക് അസൈൻ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു ബുട്ടീക്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആൾക്കാരുണ്ടോ? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? നോ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഐ എം എ ഡിസൈനർ. I ran a boutique back. I did not know what colors suited me. I went with the trends. അപ്പോൾ ട്രെൻഡിൽ എന്താണോ അത് ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഒരു 29-30 ഇയേഴ്സ് വരെ എൻ്റെ ബെസ്റ്റ് കളേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ യൂസ് ചെയ്തിട്ടില്ല. അതിന് ഒരു കാരണം അത് ചിലപ്പോൾ ട്രെൻഡിലുള്ള കളറായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പം ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് ബ്രൈറ്റ് കളേഴ്സിന് പൊതുവേ എല്ലാവരും ഒന്നും മടിക്കും, അയ്യോ ബ്രൈറ്റ്, അങ്ങനെ ആ ഒരു ഇതുണ്ട്. അപ്പോൾ കളർ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒറിജിനലി ഹോളിവുഡിൽ സെലിബ്രിറ്റീസിന് മാത്രം ആക്സസിബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് കോമൺ ആൾക്കാരിലേക്ക് വന്ന് തുടങ്ങിയിട്ട് തന്നെ കുറച്ച് കാലമായുള്ളൂ. അത് ഇന്ത്യയിൽ ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിൽ അവിടെ കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ സൗത്ത് ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ഒത്തൻറ്റിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞാനായിരിക്കും. ആൻഡ് ഈ കളർ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഫാബ്രിക് ചേഞ്ചിങ് വീഡിയോസ് ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എനി ഫാബ്രിക്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കളർ സീസൺസ്, അതായത് ഡിഫറെൻറ്റ് പാലറ്റ് സിസ്റ്റം ഉണ്ട്. ഇപ്പം 4 ഒറിജിനൽ സീസൺ, ഇറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു
3 സബ് സീസൺ പെർ സീസൺ. അങ്ങനെയാണ് ഈ 16 സീസൺ. ഇറ്റ്സ് കോൾഡ് ഫ്ലോ. അതായത് ഒരാളെ വിൻ്ററിലും ഓട്ടത്തിലും ഓട്ടം ഇപ്പം ഇറ്റ്സ് വെരി ടെക്നിക്കൽ. വിൻ്റർ ഇസ് കൂൾ, ഡാർക്ക് ആൻഡ് ബ്രൈറ്റ്. ഓട്ടം ഇസ് കൂൾ, ഡാർക്ക് ആൻഡ് സോഫ്റ്റ്, മീഡിയം സോഫ്റ്റ്. അങ്ങനെ അതിന് കുറച്ച് റേഞ്ച് കൂടുതലുണ്ട്. സോ ഈ വിൻ്ററിനെയും ഓട്ടമിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഡാർക്ക്. അപ്പോൾ ഈ ഒരാൾ ഡാർക്ക് എന്ന് പറയുമ്പോൾ സ്കിൻ ഡാർക്ക് ആവണമെന്നില്ല. ദേ ഹാവ് എ ഡെപ്ത് ഇൻ ദെയർ ഫീച്ചർ. ആൻഡ് അവർ ഈ കൂൾ വാമിന് നടുക്ക് നിൽക്കുന്നത്. ദേ ആർ ന്യൂട്രൽ എന്ന് പറയുമ്പം അവർ ഈ 2 സീസണിലും പെടില്ല. ഇതിന് മീഡിയം ലെവൽ, അതായത് ഇറ്റ്സ് ഫ്ലോയിങ് ഫ്രം വൺ ടു അനദർ. അങ്ങനെ വരുമ്പം ഇവർ ഈ സീസണൽ കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് ഈ 1622 പാലറ്റ് സിസ്റ്റം ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാളെ അയാളുടെ ഈ ഒരു പാലറ്റിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ ദേ ഹാവ് ദെയർ സെറ്റ് ഓഫ് ഗ്രീൻസ്, ബ്ലൂസ്, റെഡ്സ്, പിങ്ക്സ്, യെല്ലോസ് എല്ലാം കാണും അതിൻ്റെ അകത്ത്. സോ എപ്പോഴെങ്കിലും വെൻ യു സ്ക്രോൾ ത്രൂ ദി ഇൻസ്റ്റാഗ്രാം പേജസ്, കാരണം കുറേ ബുട്ടീക്സും ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. സോ വെൻ യു ജസ്റ്റ് സ്ക്രോൾ ഇറ്റ് ത്രൂ ദ ഇൻസ്റ്റാഗ്രാം പേജസ്, നമ്മൾ എപ്പോഴെങ്കിലും കുറേ ബ്രൈഡൽ ബുട്ടീക്സ് അല്ലെങ്കിൽ ഒരു ബ്രൈഡിൻ്റെ ഫോട്ടോ കിട്ടുമ്പോൾ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലൈക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് മാച്ചിങ്, കുട്ടിക്ക് ഒരു ഗൗൺ മാച്ച് ചെയ്യുന്നില്ല, ഹെയർ സ്റ്റൈലിംഗ് മാച്ച് ചെയ്യുന്നില്ല. So and what my question is, have you ever come across like there was a debate which you had, or debate in പറയാൻ പറ്റില്ല, when you instructed അല്ലെങ്കിൽ when you gave a sketch to the boutique or to the bride, ഇതാണ് ഓവറോൾ ലുക്ക് വേണ്ടത്. സോ when it came ആ ഒരു ഡേയിൽ വന്നപ്പോൾ everything got changed, അല്ലെങ്കിൽ ഒരു ചെറിയ ചേഞ്ചസ് വന്നു. Did you had a chance to look at it and okay tell them okay this is what you need to do? One thing I've generally noticed is, especially when it is a bigger boutique, smaller start ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ they are more adaptable. പക്ഷേ ഞാൻ ജനറലി ഡയറക്റ്റ് ഒരു ക്ലയൻറ്റിനും ഇന്ന ബൊട്ടീക്കിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഐ ഹാവ് നോ കൊളാബറേഷൻ വിത്ത് എനിബഡി. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏറ്റെടുക്കണമെങ്കിൽ ഐ നീഡ് ടു നോ ദം പേഴ്സണലി. അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസ്, സോ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഒരു, അതായത് അവർക്ക് വേണ്ട സ്റ്റൈൽസ് ഇന്ന ബൊട്ടീക്കുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ കൂടുതൽ ഇന്ന സ്ഥലത്ത് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും ആരോടും ബൊട്ടീക്ക് എന്നല്ല ഒരു വെണ്ടറിൻ്റെയും സജസ്റ്റ് ചെയ്യാറില്ല. ദീസ് പീപ്പിൾ ഡു ദീസ് കൈൻഡ് ഓഫ് വർക്ക് എന്നല്ലാണ്ട് ഒന്നും സജസ്റ്റ് ചെയ്യാറില്ല. ബട്ട് വാട്ട് ഐ ഗിവ് മൈ ക്ലയൻറ്റ്സ് ഇസ്, ഇപ്പോൾ ഒരു ഡിസൈൻ എന്ന് പറയുമ്പം ആ ഡിസൈനിൽ ഇപ്പോൾ ഒരു മോട്ടീഫിൻ്റെ ഡ്രോയിങ് ഞാൻ കൊടുക്കാറില്ല. പക്ഷെ മോട്ടീഫിൻ്റെ സൈസ്, പ്ലേസ്മെൻറ്റ്, അതിൻ്റെ വെർട്ടിക്കൽ ലൈൻസ്, ലെങ്ത്, എവിടെ അത് ആ എംബ്രോയിഡറി എവിടെ നിർത്തണം, എവിടെ എംബ്രോയിഡറി പാടില്ല, അല്ലെങ്കിൽ ഇപ്പം ഒരാൾക്ക് സ്ലീവ് ഭയങ്കര, അതായത് ആം തിക്നെസ് ഭയങ്കര കൂടുതലാണെങ്കിൽ അങ്ങോട്ട് ഒരുപാട് ഫോക്കസ് കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ വർക്ക് കൊടുക്കരുത്. അങ്ങനെയുള്ള ഡയറക്ഷൻസ് ആണ് കൊടുക്കാറ്. സോ that will become again അവരുടെ അടുത്ത് means you have to talk to the client for it. To the client. ആ ഡിസൈനേഴ്സ് ഇപ്പോൾ ഒരു ബുട്ടീക്ക് ഒരു ഡിസൈൻ അവർക്ക് കൊടുക്കുമ്പോൾ then you review it. No, അത് 2 രീതിയിൽ വരാറുണ്ട്. സം ക്ലയൻസ് ഓൾറെഡി ഹാവ് എ ഡിസൈൻ, അതായത് അവർക്കൊരു ഡിസൈനൊക്കെ വരച്ച് കിട്ടിയിട്ട് ദേ ആർ കൺഫ്യൂസ്ഡ്. അപ്പോൾ അവർ ഒപ്പീനിയൻ എടുക്കാൻ കൺസൾട്ടേഷൻ എടുക്കും. ബട്ട് സം പീപ്പിൾ ആർ ബ്ലാങ്ക് ആൻഡ് അവർ ഈസിയാണ് ബിക്കോസ് വി സ്റ്റാർട്ട്, അതായത് ഒരു ബ്ലാങ്ക് ക്യാൻവാസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഓൾറെഡി ഉള്ളതിനെ, കാരണം സെറ്റായത് പിന്നെ വഴിതിരിച്ച് വിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. യു ഹാവ് ടു റീകൺവിൻസ്. അപ്പോൾ ഒപ്പീനിയൻ എടുക്കാൻ വരുന്നവരും ഉണ്ട്. അപ്പം ഞാൻ ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബൊട്ടീക്കിലേക്ക് അവർ പോകുന്നതിന് മുമ്പ് ഐ വിൽ മേക്ക് ദം അവെയർ ഓഫ് ദെയർ ബെസ്റ്റ്. അപ്പോൾ അത് ഞാൻ സ്കെച്ചസ് കൊടുക്കാറുണ്ട്. ഡിപ്പെൻസ്, അത് എന്താണ് അവർക്ക് വേണ്ടതെന്നനുസരിച്ച് ചിലർക്ക് സ്കെച്ച് കൊടുക്കും, ചിലർക്ക് ഓൾറെഡി ഉള്ള ഡിഫറെൻറ്റ് റെഫറൻസസ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു റെഫറൻസ് കൊടുത്തിട്ട് ഒരു ക്ലയൻറ്റിന് ഷീ വാണ്ടഡ് എ പേസ്റ്റൽ കളർ ഗൗൺ, പക്ഷേ she was very high intensity, she needed dark and bright colors, but she was very set on pastel colors. അപ്പോൾ അത് മാറ്റാൻ കുറച്ച് എന്താ പറയുക, ഷി വാസ് പേസ്റ്റൽ തന്നെ വേണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹത്തിലിരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ലൈക്ക് ഐ ഡു മൈ മാക്സിമം ടു മേക്ക് ദാറ്റ് പേസ്റ്റൽ വർക്ക് ഫോർ യു. സോ അതിന് അപ്പോൾ ഒരു ലുക്ക് ബുക്ക് ഞാൻ അതിനുണ്ടാക്കി. പേസ്റ്റലിൽ തന്നെ
ഇപ്പം ഇൻറ്റൻസിറ്റി കൂട്ടാൻ പറ്റത്തില്ല. അപ്പം ഐ വാസ് ഹെർ ടു ഷീസ് കൂൾ അണ്ടർടോൺ. സോ കൂൾ സൈഡിലുള്ള പേസ്റ്റൽസിന് ഓപ്ഷൻസ് കൊടുത്തു. സോ അതിൽ നിന്ന് ഞാൻ പുള്ളിക്കാരിയുടെ ഫേസ് ഈ പല പല കൂൾ ഇതിൽ വെച്ചിട്ടാണ് ഡ്രേപ്പിംഗ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് പുള്ളിക്കാരിക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയതും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു കളർ സെലക്ട് ചെയ്തു. ആൻഡ് വി ഡിസൈൻ ദർ അതിൻ്റെ സിലുവേറ്റ്. പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ളതുകൊണ്ട് ഈ പേസ്റ്റൽ കളേഴ്സിൽ ഐ ആസ്ക്ഡ് ഹർ ടു ആഡ് മോർ ബ്രൈറ്റ്നസ് ഇൻ ടേംസ് ഓഫ് ബീഡ്സ് ആൻഡ് അങ്ങനത്തെ ഇപ്പം കുറച്ച് ഷൈനുള്ള അതായിരിക്കും. then they go back to the designer and tell them. I give them a look book. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇതായിരിക്കണം കളർ പാലറ്റ്, അതിൽ ഇതായിരിക്കണം, അതായത് അതിൻ്റെ യൂസ് ചെയ്യാൻ പോകുന്ന ബീഡ്സ് ഗോൾഡ് ആവരുത്, സിൽവർ ഇതായിരിക്കണം. കാരണം ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, ആ സിൽവറിൽ ടച്ച് ചെയ്ത് അവരുടെ ഫേസിലേക്ക് സിൽവർ റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഗോൾഡിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പം കൂൾ അണ്ടർടോൺ ഉള്ള ആൾക്കാണെങ്കിൽ ഞാൻ സിൽവർ വർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അത് നെക്സ്റ്റ് പോയിന്റ്. ദെൻ അവരുടെ ഷോൾഡർ ടു യോക്ക്, എവിടെ യോക്കിൻ്റെ പൊസിഷനിങ് വരണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും എല്ലാ ബ്രൈഡിൻ്റെ അടുത്തുണ്ട്, നിങ്ങൾ യോക്കിൻ്റെ പൊസിഷൻ മാത്രം, വേറെ ഒരു മെഷർമെൻറ്റ് എന്നെ കാണിച്ചില്ലെങ്കിലും യോക്കിൻ്റെ മെഷർമെൻറ്റ് എനിക്ക് കാണണം. ബിക്കോസ് അത് കറക്റ്റ് ആയില്ലെങ്കിൽ പ്രൊപ്പോർഷൻ അവിടെ തന്നെ ബാലൻസ് ആയി. പിന്നെ ആ ഗൗണിൽ എന്ത് ചെയ്തിട്ടും അത് പ്രൊപ്പോർഷൻ ശരിയാവില്ല. പ്രൊപ്പോർഷൻ ഇസ് ഈ റൂൾ ഓഫ് തേർഡ്സ്. സ്ലീവ് എവിടെ സ്റ്റോപ്പ് ചെയ്യണം, സ്ലീവ് എത്ര ലെങ്ത്ത്, ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പം സ്ലീവ് ബൈസെപ്സിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ എൽബോ ലെങ്ത്ത് ഇപ്പോൾ ഒരു ഭയങ്കര ഇതാണ്, പക്ഷെ ടോപ്പ് ഹെവി ആയിട്ടുള്ള ഒരാൾക്ക്, അതായത് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ടൈപ്പ് ഓഫ് ബോഡി ഷേപ്പ്, അവർക്ക് ആ സ്ലീവ് എവിടെ നിൽക്കുന്നോ അവിടെ വിട്ട് കൂടും. അതായത് ദേ ബിക്കം വൈഡർ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, എവിടെ നിങ്ങളുടെ സ്ലീവ് സ്റ്റോപ്പ് ചെയ്യണം, നിങ്ങൾക്ക് സ്ലീവ് വേണോ, സ്ലീവ് ലെസ് വേണോ, അങ്ങനെയുള്ള നെക്കിൻ്റെ ഡെപ്ത് എത്ര വേണം, നെക്ക് എത്ര വൈഡ് ആവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരെ അവെയർ ആക്കി വിടുന്നത്. അപ്പം പിന്നെ ഈ പറഞ്ഞ എംബ്രോയിഡറി പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ വരച്ച് കൊടുക്കും, സൈസ്, പ്ലേസ്മെൻറ്റ്, ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം അവർ റിട്ടേൺ, ഈ കൊച്ചിയിലൊരു ഫേമസ് ബുട്ടീക്കായിരുന്നു, അപ്പോൾ ദേ പറഞ്ഞ ഇത് വെച്ചിട്ട് ദേ ഗേവ് ഇല്ലസ്ട്രേഷൻ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പ്രശ്നം തോന്നിയില്ല, എവറിത്തിങ് വാസ് ഫൈൻ. നമ്മൾ കൊടുത്ത ലുക്ക് ബുക്കും അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് വെൻ ദ ഫൈനൽ പ്രോഡക്റ്റ് കെയിം, അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവർ വരച്ച ഡിസൈൻ, അവർ വരച്ച് നമ്മൾ അപ്രൂവ് ചെയ്ത ഡിസൈനും തമ്മിൽ ബന്ധമില്ല, നമ്മൾ കൊടുത്ത ലുക്ക് ബുക്കും തമ്മിൽ ബന്ധമില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് 2 days ബാക്ക്. അതായത് നാളെ കഴിഞ്ഞ റിസപ്ഷൻ ആണെങ്കിൽ ഇന്നാണ് സാധനം കിട്ടുന്നത്. ഹാവ് 1 day ആൻഡ് ഇറ്റ്സ് ലാസ്റ്റ് മിനിറ്റ് ബ്രൈഡ് എന്തോ ആയിരുന്നു, അവർ 1 month എന്തോ വന്ന് അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ വി ഹാഡ് ജസ്റ്റ് 2 days ആൻഡ് അത് ലെങ്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അടുത്ത. ബട്ട് ദാറ്റ് അതിനും സൊല്യൂഷനുണ്ട്. സോ അപ്പം ഇത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഷീ വാസ് ലുക്കിംഗ് വെരി സ്റ്റണ്ടഡ്. ഹൈറ്റ് ഭയങ്കര, ഷീ ഈസ് നോട്ട് എ വെരി പെറ്റീറ്റ് ആളൊന്നും അല്ല, അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള ആളാണ്. ഷീ വാസ് ലുക്കിംഗ് വെരി സ്റ്റണ്ടഡ് ആൻഡ് ഗൗൺ ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നില്ല, ഈവൻ വിത്തൗട്ട് ഹീൽസ്. ലെഹങ്ക ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്കേർട്ട് ഇറക്കി ഇടാം, ഗൗൺ ആകുമ്പോൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഐ സജസ്റ്റഡ് യു ആഡ് കുറച്ച് ഫ്രില്ല് പോലെ എന്തെങ്കിലും അടിയിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് നോ ഓക്കെ, എന്നാൽ അവരുടെ സൊല്യൂഷൻ എന്താ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അത് ഭംഗി ഉണ്ടാവില്ല അങ്ങനെ, അതായത് പ്രത്യേകിച്ച് പ്രശ്നമില്ല. പക്ഷെ വേറൊരാൾ ഇൻപുട്ട് കൊടുക്കുന്നത് പൊതുവേ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് അവർ, അതായത് ഇറ്റ്സ് ലൈക്ക് ഇൻസൾട്ടിങ് ദം. അവർ ഭയങ്കര ഒഫൻഡഡ് ആവും എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഐ റെസ്ട്രിക്ട് മൈസെൽഫ് ഫ്രം ഡയറക്ട്ലി ഇൻവോൾവിങ് വിത്ത് എനിബഡി. അപ്പോൾ ഇങ്ങനെ സജഷൻ കൊടുത്തു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഡിസൈനേഴ്സാണെന്ന് തോന്നുന്നു. അപ്പം ദേ ലൈക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. ദെൻ ഐ വെൻറ്റ് ബാക്ക് ടു ദെയർ പേജ് ആൻഡ് ദേ ഹാവ് ഡൺ ദ സെയിം തിങ് ഫോർ എ സെലിബ്രിറ്റി. അപ്പം ഐ ഹാഡ് ഗിവൺ ആ പിക്ചർ എടുത്തിട്ട് ചോദിച്ചു, ഇത് അവർ ചെയ്ത വർക്ക് തന്നെയാണ്, വൈ കാണ്ട് ദേ ഡു ഇറ്റ് ഫോർ യു. അതായത് പുറത്തൊന്നും ഒരു സജഷൻ എടുക്കാൻ അവർ, പക്ഷേ ഫോർ മീ ഇറ്റ്സ് മൈ ക്ലൈൻറ്റ് ആൻഡ് ഷീ ഹാസ് ഓൺലി 2 days. ദാറ്റ് ഈസ് വാട്ട് ഐ എം ഫോർ. ആ ലാസ്റ്റ് മിനിറ്റ് ഡിസിഷൻ മേക്കിംഗ് അവർക്ക് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഇറ്റ്സ് മൈ ജോബ് ടു മേക്ക് ദാറ്റ് ഈസി. ബിക്കോസ് ഐ നോ ഈ ടെക്നിക്കൽ ഈ ഡിസൈനിൻ്റെ അല്ലെങ്കിൽ ഒരു ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ്റെ possibilities I know. That's why I could give that solution to her. And then they went to their pattern master and he told that is the only solution we can do. So they finally did it.
അത് കഴിഞ്ഞിട്ടും പക്ഷേ ഈ ലെങ്ത് കൂടിയതൊന്നും കാര്യമില്ല. അതിൻ്റെ ആ ഫ്ലോറൽസിൻ്റെ, അതായത് ബോഡി ടോസോ ഏരിയ ഫുൾ, അപ്പർ ബോഡി ഫുൾ വർക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഗ്രഡേഷൻ കൊടുത്ത് ഏകദേശം തൈ ഏരിയയിലൊന്ന് നിൽക്കുക, അങ്ങനെയാണ് പാറ്റേൺ. പക്ഷേ ആ ഫ്ലോറൽസ് വന്ന് നിൽക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനിലാണ്. അതുകൊണ്ടാണ് ഈ കുട്ടി സ്റ്റണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നത്. ആ ഹൈറ്റ് കുറവ്. വാട്ട് ഐ ആസ്ക് ദം വാസ്, ഒരു 2 ഫ്ലവർ ആഡ് ചെയ്യാൻ പറഞ്ഞു. 2 ഫ്ലവർ ആഡ് ചെയ്ത് എന്താ അപ്പം 2 ഫ്ലവർ, ആ 2 ഫ്ലവർ ആഡ് ചെയ്ത് മാറ്റം വരും. ഐ ടോൾഡ് ഹർ ജസ്റ്റ് ട്രസ്റ്റ് മീ ആൻഡ് ആസ്ക് ടു ഡു ഇറ്റ്. അവർ അതുകൊണ്ടൊരു കാര്യമില്ല, അത് ഒന്നും അല്ല ഇതിൻ്റെ പ്രശ്നം. ലൈക്ക് ദേ വർ വെരി, എന്താ പറയുക, അഡമൻറ്റ് ഓൺ ദെയർ പോയിന്റ്, ലൈക്ക് വാട്ട് വി ഡിഡ് ഇസ് കറക്റ്റ്. അതിൽ ഇപ്പം പറഞ്ഞ ഒരുപാട് കറക്ഷൻസ് ഒന്നും പറയാനില്ല. അതായത് ഞാൻ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആ ഫ്ലവേഴ്സ് എല്ലാം ഒരു വെർട്ടിക്കൽ ലൈനിലാണ് വന്ന് നിന്നിരുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് കട്ടിങ് ഹർ ബോഡി ഇൻ ടു 2 ഹാഫ്സ്. അവിടെ 2 എക്സ്ട്രാ ഫ്ലവർ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് ബ്രേക്കിംഗ് ദാറ്റ് ഹൊറിസോണ്ടൽ ലൈൻ. അവിടെ ഒരു വെർട്ടിക്കൽ ക്രിയേറ്റ് ചെയ്യാണ്. ഇറ്റ് ലുക്ക്ഡ് വെരി നൈസ്. ആ 2 ഫ്ലവറിൽ 2 ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക്, എന്താ പറയുക, ജസ്റ്റ് 2 സ്മോൾ ഫ്ലവേഴ്സ്. യാ, ആക്ച്വലി ഐ മെയ്ഡ് ദെയർ ജോബ് ഈസി. അല്ലെങ്കിൽ ആ കുട്ടി ആ ഗൗൺ ഇടില്ലായിരുന്നു. 50,000 ഗൗൺ, ഷീ വാസ് നോട്ട് റെഡി ടു വെയർ ഇറ്റ് അതർവൈസ്. ബട്ട് അത് ഓൾവേസ് ഒരു പോസിറ്റീവ് സെൻസിലല്ല എടുക്കുന്നത്, ജനറലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ്ലി ഒരു നോർത്ത് ഇന്ത്യൻ വെഡിങ് വി ഹാഡ് ടു അറ്റൻഡ്, അത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഞാൻ കണ്ടൊരു കാര്യമാണ്. അത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വരെ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം. ഈ ലിപ്സ്റ്റിക്കിൻ്റെ കളേഴ്സ് ദേ പുട്ട് ഓൺ ദ ഹാൻഡ് ആൻഡ് ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. അത് അന്ന് ഞാൻ നോക്കിയപ്പോൾ ഒന്നാമത്തെ കാര്യം, ദേ വർ നോട്ട് റെഡി വിത്ത് വാട്ട് കളർ നീഡ്സ് ടു ബി പുട്ട് ഓൺ ദ ലിപ്സ്റ്റിക് അത് അന്നത്തെ സമയത്താണ് അത് ഡിസൈഡ് ചെയ്യണത്. സോ ദാറ്റ് ഓൾ തിങ്സ് നീഡ്സ് ടു ബി ഡിസൈഡഡ് വേ ബിഫോർ അല്ലേ? And what do you think about, ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള കാര്യം, ഐ ആം ക്യൂരിയസ് ടു നോ അബൌട്ട് വാട്ട്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. വൈറ്റ് പെയിന്റ്, യു ഹാവ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, യു ഹാവ് എ ക്രീം ബാക്ക്ഗ്രൗണ്ട്. ഈ നമ്മളൊരു വൈറ്റ് ഇതിൽ പെയിന്റ് ചെയ്യുന്ന സെയിം കളർ നിങ്ങൾ ക്രീം ഇതിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ദ പെയിന്റ് ലുക്സ് ഡിഫറെൻറ്റ് ഓൺ ടു. സെയിം അപ്ലൈസ് ഓൺ 2 പേര് ഒരേ ലിപ്സ്റ്റിക് ഇട്ടാൽ 2 2 കളറായിരിക്കും. ഒരാളുടെ യുവർ ലിപ് സ്കിൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം യുവർ ഹാൻഡ് സ്കിൻ. അതായത് ഇവിടുത്തെ ടെക്സ്ചർ അല്ല ഇവിടുത്തെ കളറല്ല ഇവിടെ. സോ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. ഒരിക്കലും ഇവിടെ വരുന്ന കളറായിരിക്കില്ല നമ്മുടെ സ്കിന്നിൽ, ലിപ്സിൽ വരുന്നത്. ആൻഡ് അനദർ തിങ് ഇസ്, ലിപ്സിൻ്റെ ഒരു pH വാല്യൂ ഉണ്ട്. അതായത് കെമിക്കൽ വാല്യൂ, pH സ്കെയിലിൽ അസിഡിറ്റി ആ ഒരു റേഞ്ച് ഓഫ്. സോ ഓക്കെ, ലിപ്സ് ഹാസ് എ ആസിഡ് ബേസ്, ആൽക്കലി, അങ്ങനെ ആ സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ. അപ്പോൾ ആ ഒരു pH സ്കെയിലിൽ ലിപ്പിന് ഒരു pH ഉണ്ട്. ആ pH അല്ല നമ്മുടെ സ്കിന്നിനുള്ളത്. ഞാൻ ഇതിലും എക്സ്പേർട്ട് അല്ല. ദിസ് ഇസ് മൈ പേഴ്സണൽ റീഡിങ് നോളജ്. അതായത് ഈ കളേഴ്സ് എന്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇതൊക്കെ റിലേറ്റഡ് ആയതുകൊണ്ട് ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ ഡെർമറ്റോളജി ഓർ സ്കിൻ റിലേറ്റഡ് അങ്ങനത്തെ. ഫോം എൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ പറയുന്നത്. സോ ഈ നമ്മുടെ സ്കിന്നിൽ ഇപ്പം ഇടുന്ന, അതായത് ലിപ്പിൽ നമ്മളൊരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഉള്ള കളറല്ല, അത് സെറ്റിൽ ചെയ്യാനൊരു 5 to 10 minutes എടുക്കും. സോ ഇപ്പം ലിപ്സ്റ്റിക് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ ലിപ്സ്റ്റിക് എനിക്ക് ചെയ്യില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ആ ലിപ്സ്റ്റിക് ഒരാളുടെ ചുണ്ടിൽ സെറ്റിൽ ചെയ്യാൻ ഒരു ടൈം ഫ്രെയിം എടുക്കും, ഒരു 5 minutes. ആ ടൈം ഫ്രെയിം കഴിയുമ്പോഴാണ് അത്. അനദർ പ്രോബ്ലം ഇസ്, നമ്മൾ സ്റ്റോറിൽ പോയിട്ട് ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ എവ്രി സ്റ്റോർ ഹാസ് വാം ലൈറ്റ്. സോ വാം ലൈറ്റ് ഇസ് ലൈക്ക് എ ഫിൽറ്റർ. നമ്മളവിടെ എന്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വിൽ ബി ബെറ്റർ. നമ്മളിപ്പോൾ ഒരു സ്റ്റോറിൽ പോയിട്ട് ഒരു ഡ്രസ്സൊക്കെ എടുത്ത് ഭയങ്കര കോൺഫിഡൻസിൽ വന്ന് വീട്ടിലിടുമ്പോൾ ഇത് തന്നെയാണോ ഞാൻ ഇട്ടത് എന്ന് തോന്നാറുണ്ട്. പിന്നെ കാരണം ലൈറ്റിങ്, ആ വാം ലൈറ്റ് ഇസ് ലൈക്ക് ഒരു ഫിൽറ്റർ ഇടുന്ന പോലെയാണ്. കാരണം എല്ലാത്തിൻ്റെ മുകളിൽ ആ യെല്ലോ ഇത് കയറി വരുമ്പോഴത്തേക്ക് ഇറ്റ് ഹാർമണൈസസ്. ബട്ട് റിയൽ കളർ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഗെയിൻ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡേ ലൈറ്റിൽ, നാച്ചുറൽ ലൈറ്റിൽ ചെക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. That also you need to wear it in the lipstick and just see. Yeah, and but
നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ടെസ്റ്റേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സോ ദ ക്ലോസസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് യുവർ ഫിംഗർ ടിപ്സ്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ പോലെയല്ല നമ്മുടെ ഫിംഗർ ടിപ്സിൻ്റെ ടെക്സ്ചർ. അപ്പം എക്സാക്ട് മാച്ചിൽ പോലും ഒരു കളറും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫോർ സം പീപ്പിൾ ദാറ്റ് വർക്ക്സ് ബെറ്റർ ദാൻ ഈ നമ്മുടെ സ്കിന്നിനേക്കാളും ഫിംഗർ ടിപ്സ് ബെറ്റർ. അപ്പോൾ സോ ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ യു ക്യാൻ സീ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയും. പിന്നെ ഇതൊക്കെ എവിടെ നിന്നാണ് ഞാൻ പിക്ക് ചെയ്തതെന്നും എനിക്കറിയില്ല കേട്ടോ. കുറേയൊക്കെ എക്സ്പെരിമെൻ്റ് ആണ്. ചിലടത്ത് കാണുമ്പോൾ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കും ചിലർക്ക്. പക്ഷേ ഇപ്പം ഈ കൈയുടെ ഇത് തന്നെ ആയിരിക്കണം എല്ലാവരുടെയും. ക്ലോസസ്റ്റ്, അതായത് ഇവിടെ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. നോട്ട് ദ ബെസ്റ്റ് എപ്പോഴും ലിപ്സ്റ്റിക് ആണ്. പക്ഷേ ഇപ്പോൾ പല ബ്രാൻഡ്സും മിനീസ് തരാറുണ്ട്. ലിപ്സ്റ്റിക്സിനാണെങ്കിൽ സെറ്റ് ഓഫ് ഒരു 5 to 8 കളേഴ്സിൻ്റെ ചെറിയ 1 gram അങ്ങനെയൊക്കെ തരാറുണ്ട്. സോ വാട്ട് ഐ ഡു ഇസ് അത് മേടിച്ച് ടെസ്റ്റ് ചെയ്യും. ഐ സ്റ്റിക്ക് ടു ദാറ്റ് കളർ. സോ മിക്കപ്പോഴും എല്ലാ ക്ലയൻസിനും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഡെക്കോർ ചൂസ് ചെയ്യുമ്പോൾ വാട്ട് കളർ ഡ്രസ്സ് ഞങ്ങൾ എന്തായിരിക്കണം, ഞങ്ങളുടെ ഡെക്കോറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം, ഡെക്കോറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ മാച്ച് ആവുമോ. അപ്പം മിക്കപ്പോഴും ഞാനത് പറയാറുള്ള കാര്യമാണ്. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്കൊരു ഡെക്കോറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഗിവ് യു മൈ സജഷൻസ്. ബട്ട് വെൻ ഐ മെറ്റ് യു ദാറ്റ്സ് വെൻ ഐ എം റീതിങ്കിങ് അബൌട്ട് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കളർ അനലിസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഡെക്കോർ എന്ന് പറയുന്നത് ഈ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഔട്ട്ഫിറ്റ് ഫൈനലൈസ് ചെയ്യുന്ന, അതായത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഔട്ട്ഫിറ്റ് ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡെക്കോർ ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നമ്മളൊരു പേസ്റ്റൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഓഫ് അഗൈൻ അപ്പം ഞാൻ ഇൻഡിവിജ്വലി കളേഴ്സ് ബെസ്റ്റ് കൊടുക്കണം എന്ന് പ്രിഫർ. അപ്പം ബ്രൈഡിന് പേസ്റ്റൽ ബ്ലൂ എടുത്താൽ എനിക്ക് ഗ്രൂമിനോ പേസ്റ്റിൽ തന്നെ പോകണം എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. മേ ബി പുള്ളിക്ക് ഒരു ഡാർക്ക് ഫീച്ചേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് സെയിം കളറാണ് പോകുന്നതെങ്കിൽ ഗോ ഫോർ ഡീപ്പ് ഗ്രീൻ. അത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് അങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാം. അതിലൊരു ഹാർമണി ഉണ്ട്. അപ്പം യു ക്യാൻ ഗോ. അല്ലെങ്കിൽ പിന്നെ കോംപ്ലിമെൻ്ററി കളേഴ്സ് പോവാം. ലൈക്ക് ഒരാൾക്ക് ഗ്രീൻ ആണെങ്കിൽ അടുത്ത ആൾക്ക്, അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ ചിലപ്പം റെഡിൻ്റെ ഷെയ്ഡ്സ് പോവാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ അത്രയും കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ഗ്രീൻ ആൻഡ് ബ്ലൂ, അങ്ങനത്തെ പല കോമ്പിനേഷൻസ് ഉണ്ട്. സോ വൺസ് ഈ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ഔട്ട്ഫിറ്റ്സ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അതിന് കോംപ്ലിമെൻ്റ്, ഈ രണ്ടിനും കോംപ്ലിമെൻ്റ് ആവണം. എപ്പോഴും മോസ്റ്റ്ലി നമ്മൾ ഡീൽ ചെയ്യുന്ന ബ്രൈഡ്സിനാണ്. സോ അവരെപ്പോഴും എനിക്ക് എന്താണ് കോംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. ഞാൻ മിക്കപ്പോഴും വേറൊരു കാര്യം കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ആദ്യമൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. കാരണം ബ്രൈഡ് ഇടുന്ന അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഗ്രൂമിന് ഇടുന്നത്. പക്ഷെ അത് ഭയങ്കര ഒരു യൂണിഫോം സംഭവം പോലെ ആയി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആസ് എ കളർ അനലിസ്റ്റ് ഞാൻ കളർ തീമിന് എതിരാണ്. കളർ തീമിന് എതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രൈഡ്സ് മെയ്ഡ്സിനെ എല്ലാവരെയും ഒരേ കളർ എടുത്തു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് ഞാൻ എതിരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് യുവർ വെഡിങ്, ഓക്കെ ഫൈൻ, ബട്ട് ഡസൻറ്റ് മീൻ ദാറ്റ് ദ അതർ പേഴ്സൺ ഷുഡൻറ്റ് ലുക്ക് ദെയർ ബെസ്റ്റ്. അപ്പം വെൻ ഐ സജസ്റ്റ് മൈ ബ്രൈഡ്സ് ടു സെലക്ട് എ കളർ തീം, ഡോണ്ട് ഗിവ് പേസ്റ്റൽ ഗ്രീൻ, ഗോ ഫോർ ഗ്രീൻ. അപ്പം അവരുടെ ഗ്രീൻ എന്ന് പറയുമ്പം ദേ ക്യാൻ ചൂസ് ദെയർ ഓൺ സെറ്റ് ഓഫ് ബെസ്റ്റ് ഗ്രീൻസ്. അപ്പം അതിനൊരു എന്താ പറയുക, ഒരു ഇപ്പം നമ്മൾ നേച്ചറിലേക്ക് നോക്കുമ്പം യു ഗെറ്റ് ഓൾ ഗ്രീൻസ്, ബട്ട് അതിനൊരു രസമുണ്ടല്ലോ. അതായത് ദർ ഇസ് ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ബ്ലാക്കിഷ് ഗ്രീൻ, ബ്ലൂയിഷ് ഗ്രീൻ. ആ പല കളറുകൾ ഒരേ ഡയമെൻഷനിൽ വരുന്ന പല വേരിയേഷൻസിനും ഒരു ഹാർമണി ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ദേ ഹാവ് മോർ വെറൈറ്റി ഇൻ ചൂസിങ്. ആ ഒരു പിന്നെ അത് ഓവറോൾ ഒരു ഹാർമണി, അത് ഐ തിങ്ക് ഇറ്റ്സ് മോർ, അത് കുറച്ചുകൂടെ ആരും അത്രയും ഫോക്കസ് ചെയ്യാറില്ല. ബട്ട് അത് കുറച്ചുകൂടെ ഒരു കളർ അനലിസ്റ്റിന് ചെയ്യാൻ സ്കോപ്പ് ഉള്ള ഒരു കാര്യമാണ്. കാരണം ആ ബ്രൈഡ് ആൻഡ് ഗ്രൂം അവർക്ക് ചുറ്റും ഏത് കളേഴ്സ് വന്നു കഴിഞ്ഞാലാണ് ഫോക്കസ് ഷുഡ് റിമെയിൻ ഓൺ ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം. അപ്പം ഇവർ ഇപ്പം പേസ്റ്റൽ കളേഴ്സ് ആണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ചൂസ് ചെയ്തിട്ട് ഇവർക്ക് ബ്രൈറ്റ് കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ യു വോണ്ട് ലുക്ക് അറ്റ് ദ, ബിക്കോസ് our eyes automatically goes to the brighter portion. ഇപ്പം നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് നോക്കും. our eyes എവിടെയാണ് ലൈറ്റ് വെളിച്ചമുള്ളത് അങ്ങോട്ടാണ്. അപ്പം ബ്രൈറ്റ് കളേഴ്സ് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഐ ക്യാച്ചിങ്. സോ അപ്പം അവർക്ക് കോംപ്ലിമെന്റ് ആയിരിക്കണം, അവർ ഓവർ പവർ ചെയ്യാൻ പാടില്ല. എനിക്ക് വേറെ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുള്ളൂ അശ്വിത. ഞാൻ ഈവനിങ് റിസപ്ഷൻ മിക്കപ്പോഴും വെക്കാറുള്ളൂ. അപ്പം ഇത് എൻ്റെ ഒരു ഇതായിരുന്നു,
ഒരു ഇവാലുവേഷൻ ആയിരുന്നു ആ സമയത്ത്. ഒരു പേസ്റ്റൽ കളേഴ്സ് മിക്കപ്പോഴും ഒരു ബ്രൈഡും ഗ്രൂമും ഈവനിങ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ മിക്കപ്പോഴും ഒരു വാം കളേഴ്സ് ആയിരിക്കും. ഒരു ഈവനിങ് റിസപ്ഷൻ കംപ്ലീറ്റ് വാം ലൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആക്ച്വൽ പേസ്റ്റൽ കളറിൻ്റെ ഒരു ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസിൽ ഇറ്റ്സ് ഫിൽറ്റേർഡ്. എവറിത്തിങ് ലുക്സ് ഗോൾഡ്. അപ്പോൾ എനിക്ക് മിക്കപ്പോഴും കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ചേട്ടാ എൻ്റെ ആക്ച്വൽ ഡ്രസ്സിൻ്റെ കളറല്ല ഫോട്ടോയിൽ ഉള്ളതെന്ന് പറയും. ബട്ട് സോ ഡു യു റിയലി തിങ്ക് ലൈക്ക് അതല്ലേ ശരിക്കും എൻ്റെ ഒരു ഫാക്ടർ അതല്ലേ? ബിക്കോസ് ഇറ്റ്സ് എ ഫിൽറ്റേർഡ്, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഫിൽറ്റേർഡ്. പക്ഷെ അതൊരു നാച്ചുറൽ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ യു മൈറ്റ് ഗെറ്റ് ഇറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു വീട് നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ കാണുന്നു. അപ്പോൾ യു ഹാവ് വീടിൻ്റെ പെയിൻറ്റ്, ദർ ഇസ് മുറ്റം ഉണ്ട്, മരങ്ങളുണ്ട്, എവറിത്തിങ്. ബട്ട് വെൻ യു നമ്മളിപ്പം റെസ്റ്റോറൻറ്റ്സിലോ അല്ലെങ്കിൽ ഒക്കെ പോകുമ്പോൾ വാം ലൈറ്റിൽ എല്ലാം കാണുമ്പം ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. വൈ ഡസ് എ വാം ലൈറ്റ് മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ? ബിക്കോസ് it's filters everything. It's a natural film. ഗോൾഡൻ ആറിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാന്ന് പറയും. കാരണം അതായത് നമ്മളിപ്പം ഒരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ യു ഗോ മാച്ച്, ഇതിനിത് മാച്ച് ആവുന്നുണ്ടോ? ഇത് നാച്ചുറലി ഒരു ഫിൽറ്ററാണ് ഹാപ്പൻ ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ഫേസിലും നമ്മുടെ സൈഡിലും നമ്മുടെ എല്ലാം ആ ലൈറ്റ് ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. സോ ഇറ്റ്സ് നാച്ചുറലി ഇറ്റ്സ് ഫിൽറ്റേർഡ്. ഇപ്പം നമ്മൾ ബ്ലൂ ആൻഡ് യെല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ വരും. ബ്ലൂയിൽ യെല്ലോ മിക്സ് ചെയ്തിട്ട് ഗ്രീൻ വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ വരും. അപ്പോൾ അത് യെല്ലോ എന്തിനു മുകളിൽ കൊടുത്തു കഴിഞ്ഞാലും അത് ഫിൽറ്റേർഡ് ആണ്. അതിലൊരിക്കലും ഒരു പേസ്റ്റൽ ബ്ലൂ ഗൗൺ ഇട്ടു എന്നിട്ട് യെല്ലോ ലൈറ്റ്സ് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ലുക്സ് ഗ്രീൻ. ഇറ്റ്സ് കളർ തിയറി. അവിടെ ഒരു ഫോട്ടോഗ്രാഫറിനും ആ ലൈറ്റ് ഓഫ് ചെയ്യാണ്ട് കറക്റ്റ് കളർ കിട്ടില്ല. Okay, so now I want to ask you like one big question. What is trending at the moment? Since you have the AI color analysis, ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഓപ്ഷനിൽ ചൂസ് ചെയ്തുകൂടെ? Then why do we have this? Why should I hire a person by paying this much amount? Okay. ഇപ്പോൾ AI കളർ അനാലിസിസിൻ്റെ റീൽസ് ഞാനും കുറേ കണ്ടു. അപ്പം അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ സെൽഫ് ഇൻ നാച്ചുറൽ ലൈറ്റിംഗ്. എന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളറിൻ്റെ ഒരു 3-4 ഹെക്സ് കോഡ്സ് എടുക്കും. ഹെയർ കളറിൻ്റെ സെയിം, അതുപോലെ തന്നെ ഐ കളർ, അങ്ങനെ ആ കോഡ്സ്, അതായത് കളർ കോഡ് എടുത്തിട്ട് ChatGPT-യിൽ ഇതാണ് എൻ്റെ കളേഴ്സ്, സ്കിന്നിന് ഇതാണ്, ഹെയർ ഇതാണ്, അങ്ങനെയുള്ള ഇത് കൊടുത്തിട്ട് വാട്ട് ഈസ് മൈ കളർ സീസൺ എന്ന് പറഞ്ഞു തരാനാണ് പറയുന്നത്. കളർ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ മോസ്റ്റ്ലി വി കവർ ഹെയർ കളർ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം മുടിയില്ലാത്ത ഒരാളാണെങ്കിലും അവർക്ക് കളേഴ്സ് ഇടണമല്ലോ. സോ ഹെയർ കളർ എന്ന് പറയുന്നത് നാച്ചുറൽ ഹെയർ കളർ, അല്ലെങ്കിൽ ഒരു അനാലിസിസ് പ്രോസസ്സിൽ ഹെയർ കളർ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. സ്കിൻ കളർ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ 3rd ഡയമെൻഷനിൽ മാത്രമാണ്. വാല്യൂ, ലൈറ്റ് ഓർ ഡാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ. പക്ഷെ അതും സ്കിൻ കളർ ഇസ് ദ ലാസ്റ്റ് തിങ് അനാലിസിസിൽ ഇമ്പോർട്ടൻറ്റ്. ഈ നമ്മുടെ ഈ ഹെക്സ് കോഡ്സ് എടുക്കുമ്പോൾ യു ആർ ഓൺലി സീയിങ് യുവർ ഔട്ടർ സ്കിൻ കളർ. ഒരു കളർ അനലിസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഒരിക്കലും അതല്ല. സെയിം സ്കിൻ കളർ ഉള്ള ആൾക്കാർക്ക് വെരി ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഉണ്ടാവാം. അപ്പം ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ ഒരു ബ്രൗൺ കിട്ടും, ഇവിടെ ഒരു ബ്ലാക്ക് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് എന്തെങ്കിലും കിട്ടും. ഈ 3 കളറും കൊണ്ട് മോസ്റ്റ്ലി ദേ വിൽ ഗീവ് എ ഡീപ്പ് ഓട്ടം, ഡീപ്പ് വിൻ്റർ, അങ്ങനത്തെ ഒരു റിസൾട്ട് ആയിരിക്കും എല്ലാവർക്കും കിട്ടുക, ഓട്ടം വിൻ്റർ. പക്ഷെ ഐ ഹാവ് അനലൈസ്ഡ് സമ്മർ സീസണിലേക്ക് വെരി സോഫ്റ്റ് അങ്ങനത്തെ. ബട്ട് ആ റിസൾട്ടൊക്കെ ChatGPT നോർമലി ബ്ലോൺസിനൊക്കെ കൊടുക്കാറുള്ളൂ. ആൻഡ് നമ്മൾ ഈ മാനുവൽ അനാലിസിസിൽ ഒരാളെ ഒരു കളർ ഡയമെൻഷനിലുള്ള ഒരു കുറേ കളേഴ്സിൽ നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിർത്തി നോക്കി ആ കളർ അവർക്ക് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതായത് ആ കളറ് അവരിലുണ്ടാക്കുന്ന ചേഞ്ചസ് നോക്കിയിട്ടാണ് അവർക്ക് ഈ കളർ സൂട്ട് ആവുന്നുണ്ടോ എന്ന് തീരുമാനം. ഞാനൊരു 7-8 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. അതായത് കളർ അനാലിസിസ് ചെക്സ് ഉണ്ട്. അതായത് അവരുടെ ഐസ് ബ്രൈറ്റ് ആവുന്നുണ്ടോ, അണ്ടർ ഐ സർക്കിൾസ് എംഫസൈസ് ചെയ്യുന്നുണ്ടോ, ആക്നെ പിഗ്മെന്റേഷൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ, റെഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ, അവരുടെ സ്കിൻ സാലോ ആവുന്നുണ്ടോ, അങ്ങനെ ഒരു കുറേ കാര്യങ്ങളുണ്ട്. ChatGPT ഇതൊന്നും വെച്ചിട്ടല്ല പറയുന്നത്. അവർ ആ
പിക്ക് ചെയ്യുന്ന കളേഴ്സ് തമ്മിലുള്ള അത് കുറച്ച് ഡാർക്ക് ബ്രൗൺ ആണെങ്കിൽ they'll go for autumn winter കാറ്റഗറി, കുറച്ച് ഫെയർ സ്കിൻ ആണെങ്കിൽ they'll give some bright. അത് ആ ഒരു ഡാർക്ക് ഓർ ലൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് ആ ഒരു ഫീച്ചേഴ്സ് മാത്രമേ ചാറ്റ് ജി പി ടിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് നൗ ദർ ഇസ് നോ AI method that effectively assigns you a color season and most of them are wrong. എൻ്റെ ചാറ്റ് ജി പി ടി കളർ അനാലിസിസ് ഞാൻ ചെയ്തിട്ട് ശരിയല്ല, ആ കളേഴ്സ് എനിക്ക് സൂട്ട് ആവില്ല. സോ ഫേക്ക് സംഭവങ്ങളും വരുന്നുണ്ടല്ലോ, ഉണ്ട്, ഒരുപാട് ഫിൽറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ഈ കളർ ഫിൽറ്റേഴ്സ്. There are people who are not aware about this, what exactly the color analyst is. അതും കുറേ പേര് ചെയ്യുന്നില്ല. ഞാൻ റീസെൻ്റ്ലി എനിക്കിങ്ങനെ ഒരു ഫേമസ് ബൊട്ടീക്കിലെ ഒരു ഓണറാണെന്ന് തോന്നുന്നു, എനിക്ക് ആളാരാന്നറിയില്ല, ഐ എം നോട്ട് വെരി അവെയർ ഓഫ് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസിലൊന്നും. സോ ഷീ ടെക്സ്റ്റഡ് മീ ആസ്കിങ് വേർ ഐ ഗെറ്റ് ഓൾ ദീസ് കളേർഡ് സ്റ്റഫ് ഫ്രം. ഷീ ഡസൻറ്റ് ഈവൻ നോ ദ നെയിം. അപ്പം ഐ സെഡ് ഇറ്റ് വിൽ കം വിത്ത് പ്രൊഫഷണൽ. നമ്മൾ ഈ കളർ അനാലിസിസ് പല സിസ്റ്റം ഉണ്ട് വേൾഡ് വൈഡ്. സോ വിച്ച് സിസ്റ്റം ആർ യു ചൂസിങ്, യു ഹാവ് ടു ബൈ ഫ്രം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ആ ട്രെയിനിങ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പാർട്ട് ഓഫ് ഇറ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ യു ഹാവ് ടു ബൈ ഇറ്റ്. I said just that, and 1 week later she started free color analysis on the Instagram page. And so ഒരു കളർ അനാലിസിസ് ചൂസ് ചെയ്യുമ്പോൾ ആൻഡ് ദ ഫണിയസ്റ്റ് പാർട്ട് ഇസ് ഈ കമ്പയർ ചെയ്യുന്ന കളേഴ്സ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു കളർ അനാലിസിസ് കിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, അതിൻ്റെ അകത്തെ ഓരോ സെറ്റ് ഓഫ് ഡ്രേപ്സിനും ഒരു ഡയമെൻഷനുണ്ട്. ആ ഡയമെൻഷൻ തമ്മിൽ മാച്ച് ചെയ്യുമ്പോഴാണ് അയാളുടെ ഒരു കാറ്റഗറിയിൽ. ഇത് ചുമ്മാ കുറേ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയിട്ട് കാര്യമില്ല. സോ അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇറ്റ്സ് എ ടെക്നിക്കൽ പ്രോസസ്. വെൻ യു ചൂസ് എ കളർ അനലിസ്റ്റ്, അവർക്ക് നിങ്ങളുടെ അണ്ടർടോൺ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, ഇൻറ്റൻസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, വാല്യൂ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അവർ അറ്റ് ദ എൻഡ് ദേ ഷുഡ് ഗിവ് യു എ കളർ പാലറ്റ് വിച്ച് യു ക്യാൻ യൂസ് ഫോർ യുവർ ഷോപ്പിംഗ് പർപ്പസസ്. വിത്തൗട്ട് ദാറ്റ് ഒരു കളർ അനാലിസിസ് കംപ്ലീറ്റ് ആവില്ല. അതൊരു ലൈഫ് ലോങ് വെക്കാനുള്ളൊരു സംഭവമാണ്. അതായത് ആ ഒരു കളർ പാലറ്റ് ഓഫ് ഞാൻ കൊടുക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈസൻസ് വാങ്ങിച്ചിട്ട് ആ ലൈസൻസിൽ ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒത്തൻറ്റിക് പാലറ്റ്സ് ആണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് റിയലി ചീപ്പ്. അവിടെ നിന്ന് എനിക്ക് കിട്ടുന്നതൊരു സെറ്റ് ഓഫ് 16 PDF ആയിരിക്കും. ആ PDF കോസ്റ്റ് അറൗണ്ട് 1 lakh rupees. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ 35 കളറിൻ്റെ ഒരു പാലറ്റ് വെക്കുന്നു. ബട്ട് അത് ഈ എന്താ പറയുക, കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് അതിൻ്റെ ബാക്കെൻഡിലാണ്, ജസ്റ്റ് ആ ഔട്ട്പുട്ടിലല്ല. സോ അതുപോലെ ആ ഒരു പ്രോസസ്സിൽ അത്രയും എക്സ്പെൻസീവ് ആയൊരു സാധനം, അത്രയും ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ്, അവരുടെ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് അതിലേക്ക് ഫൈനലൈസ് ചെയ്യാൻ ഐ സ്റ്റഡീഡ് മെനി ഡിഫറെൻറ്റ് സിസ്റ്റംസ്. ആൻഡ് എനിക്ക് നമ്മുടെ സ്കിൻ ടോൺസിനും ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം ഉണ്ടായിരുന്നത് ആ സിസ്റ്റത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. ബട്ട് സംബഡി എൽസ് വിൽ ലുക്ക് ഫോർ സംതിങ് എൽസ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന അനലിസ്റ്റ് നിങ്ങൾക്കൊരു കളർ ഡയമെൻഷൻ റിപ്പോർട്ട് തരണം. അതിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ഫീച്ചേഴ്സ് ഡിഫൈൻഡ് ആയിരിക്കണം, പ്ലസ് നിങ്ങൾക്കൊരു കളർ പാലറ്റ് കിട്ടിയിരിക്കണം. അതർവൈസ് വാട്ട് ഇസ് ദ പോയിന്റ്? Please make sure you get into the right professional hand. Yeah, you have to get these things. ഈ റിപ്പോർട്ടും, അതായത് നിങ്ങളുടെ അണ്ടർടോൺ, ഇൻറ്റൻസിറ്റി, വാല്യൂ, ഡയമെൻഷൻസ് ആൻഡ് ദ കളർ പാലറ്റ് ഇസ് എ മസ്റ്റ്. അതർവൈസ് യു ഹാവൻറ്റ് ഡൺ എ കളർ അനാലിസിസ്, വെദർ ഫ്രീ ഓർ നോട്ട്. You have to get this thing. Great. Yeah. So let's get into the quick question, the rapid fire. Okay. So one color that suits the majority. Do you have any? There is a set of neutral color palettes. അതായത് യൂണിവേഴ്സൽ കളർ പാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാലറ്റ് ഉണ്ട്. സോ and it has every color എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have a set of greens, blues. So that would be the closest match that everybody can wear. Okay. Won't be the best, won't be the worst. അങ്ങനെ. Okay. One color that most Indians should avoid. What do you think? Extremely pale colors, because we have, as I said, medium to high contrast. Okay. So വളരെ പെയിൽ ആയിട്ടുള്ള കളേഴ്സ് ഒഴിവാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് what's the worst, wearing the wrong undertone or wearing the wrong fit? Wearing the wrong undertone or wearing the wrong fit?
I would say both. Both. Okay. The biggest myth about color analysis. Another question. The biggest myth. All Indian skin tones are warm, Okay. which is very wrong. Biggest styling mistake you have seen brides always make. Going to Pinterest and scrolling the moment their wedding is fixed. Styling mistake എന്ന് പറയുന്നില്ല, but it's difficult to bring them back. I love the answer. Okay. Because ഞാനും ആ ഒരു സെയിം ഇത് കടന്നു It's a sea. It's a sea you drown into. You will not end up with one അതിൽ thing. പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അതാണ് പ്രശ്നം. Correct. Your favorite fashion magazine or blog? There is one called The Concept Wardrobe. It's not a fashion magazine, but they also, when I started looking about color analysis and stuff, this is one blog which gave very simplified information about color theory and stuff, and I loved Okay. it. Which color do you think is underutilized in fashion? Bright colors generally have a bad image. I don't know why. Most challenging part of your job? Relatives. Easy way to add depth to a single color outfit. Statement accessories. Statement accessories nallൊരു option ആയിരിക്കും അല്ലേ? Yes. Yeah. Oh, nice. Okay. So, thank you so much, Ashita. And ഒരു കാര്യം കൂടി പറയാം, if anybody is getting married very soon, please watch her page. Yes. Get to know more about her. Understand what exactly the color analyst is, makes a difference in your big day. അപ്പോൾ ആരെങ്കിലും ഇത് വരാൻ പോകുന്ന വെഡിങ്സ് കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ we would definitely recommend Unstyled by Ashita. Yes. She is a professional color analyst who can make a huge difference on your big day. And thank you so much, Ashita. Thank you so much. So happy that I could do this, and thank you for inviting me. Most It was welcome. a nice experience. Thanks so I had fun. Thank you.